കർത്താവിൻ്റെ ധന്യവും പരിശുദ്ധമായ തിരുനാമത്തിന് സ്തോത്രം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യവും പരിശുദ്ധമായ തിരുനാമത്തിൽ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, അതുപോലെ പല മീഡിയകളിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ സ്നേഹവും വന്ദനവും അരുളുന്നു. നമ്മുടെ സഭയോടുള്ള ബന്ധത്തിൽ നമുക്ക് എബ്രായ ലേഖനം പഠിക്കുവാൻ കർത്താവ് തന്നുകൊണ്ടിരിക്കുന്ന നല്ല അവസരത്തിനായിട്ട് കർത്താവിന് സ്തോത്രം. കഴിഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് നമുക്ക് 1-ാം അധ്യായം പൂർത്തീകരിക്കാൻ കർത്താവ് കൃപ നൽകി. എബ്രായ ലേഖനം നമ്മൾ തിരഞ്ഞെടുത്തത് തന്നെ റോമാലേഖനത്തിൻ്റെ പഠനത്തിന് ശേഷമാണ്. ഏതൊരു ക്രിസ്തീയ വിശ്വാസിയും ഒരു ദൈവപൈതലും വളരെ ആഴമായി മനസ്സിലാക്കുകയും അറിഞ്ഞിരിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു പുസ്തകമാണ് എബ്രായ ലേഖനം. അതിൻ്റെ ഒരു മുഖവുര ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇതിൻ്റെ പ്രബന്ധ വിശദീകരണം, ഇത് എങ്ങനെയാണ് ഈ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങളും നമുക്ക് തരുന്ന ആശയങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് എന്ന് ഞാൻ എൻ്റെ ഔട്ട്ലൈനിലൂടെ ഒന്ന് പറഞ്ഞിരുന്നു. ആദ്യം ഒരു വിഷയത്തെ അവതരിപ്പിക്കുന്നു, എന്നിട്ട് യേശു ക്രിസ്തു അവയേക്കാളെല്ലാം വലിയവൻ എന്ന് പ്രതിപാദിപ്പിക്കുകയും അപ്പോൾ തന്നെ അതനുസരിക്കണമെന്നും അതൊരു കമാൻഡാണെന്നും അതിനെതിരെ നിൽക്കുന്നതിനെതിരെയുള്ളൊരു വാണിങ്ങിനെ പറ്റിയും ആ വേദഭാഗത്ത് നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ 1-ാം അധ്യായം യേശു ദൂതന്മാരെക്കാൾ വലിയവനാകുന്നു എന്നാണ് പറയുന്നത്. അപ്പം എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവനെന്ന് പറയുന്നതിൻ്റെ കാരണവും 1-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. എന്നാൽ 2-ാമത്തെ അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ യേശു ക്രിസ്തുവിലൂടെ സാധ്യമായ രക്ഷയെ ഉയർത്തിക്കാട്ടുന്ന അതിമനോഹരമായ ഒരു വിവരണം നാം അവിടെ കാണുന്നുണ്ട്. നിങ്ങളിൽ ആർക്കെങ്കിലും അത് വായിക്കുവാൻ കഴിയുമെങ്കിൽ വായിച്ചു തന്നാൽ വളരെ അനുഗ്രഹമായിരിക്കും. അതിൻ്റെ 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും വായിക്കാൻ കഴിയുമെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ താമസിക്കുന്നുവെങ്കിൽ ഞാൻ വായിക്കാം, ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ വായിക്കാം. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടതധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതു കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? താങ്ക് യു സിസ്റ്റർ. നമ്മൾ ഈ വേദഭാഗത്ത് കാണുന്നത് ജീസസ് ഈസ് ഗ്രേറ്റർ ദാൻ ഏഞ്ചൽസ്. അപ്പൊ ദൂതന്മാർ മുഖാന്തരം ലഭിച്ച സന്ദേശത്തിനെ അനുസരിക്കാതിരുന്നവർക്ക് ശിക്ഷ ലഭിച്ചുവെങ്കിൽ പുത്രൻ മുഖാന്തരം നമുക്ക് ലഭിച്ചതായ സന്ദേശം എന്താണ്? സുവിശേഷം. ആ സുവിശേഷത്തിലൂടെ ലഭ്യമായ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ നാം തെറ്റിയൊഴിയും എന്നുള്ളതാണ് ഈ 2-ാമത്തെ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ നാം കാണുന്നത്. അപ്പം ചാപ്റ്റർ 2 ഈസ് എ സ്ട്രോങ് വാർണിംഗ്. എന്താണ് അവിടെ കാണുന്നത്? ഇതുപോലെ ഒരു സ്ട്രോങ് വാർണിംഗ് നമുക്ക് ബൈബിളിൽ മറ്റെങ്ങും കാണാൻ കഴിയത്തില്ല. കാരണം ബൈബിളിനെ നാം എടുത്തു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ യേശുക്രിസ്തുവിനെ നമുക്ക് നിഴലായി കാണുവാൻ കഴിയുന്നു. പൊരുളായവനെ നമുക്ക് പുതിയ നിയമത്തിൽ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. ആർക്കു വേണ്ടിയാണോ പഴയ നിയമം, എന്തിനു വേണ്ടിയാണോ എഴുതപ്പെട്ടത്, ആ പ്രവചനങ്ങളുടെയും എഴുത്തുകളുടെ എല്ലാം പൂർണ്ണതയായ യേശുക്രിസ്തുവിനെ നാം പുതിയ നിയമത്തിൽ കാണുന്നു. ആ യേശുക്രിസ്തുവിലൂടെ ലഭ്യമായ രക്ഷ ആരെങ്കിലും അത് ഗണ്യമാക്കാതെ പോയാൽ, മനസ്സിലാക്കാതെ പോയാൽ, അതിനെതിരെ നൽകുന്ന വാണിംഗ് ആണ് ഏറ്റവും വലിയ വാണിംഗ്. അപ്പം നോക്കണേ, ആ വാണിങ്ങിനെ ഒരു കപ്പലിനോടും കപ്പിത്താനോടും നങ്കൂരത്തോടുമുള്ള ബന്ധത്തിലാണ് ഇതിനെ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നാവിക അല്ലെങ്കിൽ ഒരു കപ്പിത്താൻ്റെ ഭാഷയാണ് നമ്മളിവിടെ കാണുന്നത്. ഒഴുകിപ്പോകുക, ശരിക്കും പറഞ്ഞാൽ ഡ്രിഫ്റ്റിംഗ് അവേ. നമുക്കറിയാം, ഈ കരയിലൂടെ പോകുന്ന എല്ലാ വാഹനങ്ങൾക്കും അതിന്
ഒരു ഇന്ധനം, മുമ്പോട്ട് നീങ്ങുവാൻ ഇന്ധനം ആവശ്യമാണ്, ഒരു ഒരു പവർ അതിന് പിന്നിൽ ആവശ്യമാണ്. എന്നാൽ ദീർഘവർഷങ്ങൾ സമുദ്രത്തിലൂടെ ഓടിക്കൊണ്ടിരുന്നതായ കപ്പലുകൾ, ഇപ്പോഴൊക്കെ അത് എൻജിൻ ഉപയോഗിച്ച് ഓടുന്നവയുണ്ട്. നമ്മൾ ബൈബിൾ കാണുന്നതായ കപ്പലുകളും അല്ലെങ്കിൽ അന്നത്തെ യാത്രകളും, ശലോമോന്റെ കാലത്തെ യാത്രയാകട്ടെ, യേശുക്രിസ്തുവിന്റെ കാലത്തെ യാത്രയാകട്ടെ, പൗലോസ് തുടർന്ന് ചെയ്ത സുവിശേഷ വേലയിലെ യാത്രകളാകട്ടെ, ഇതെല്ലാം കാറ്റിനനുസരിച്ചുള്ള യാത്രകളായിരുന്നു. അപ്പോൾ ഒരു വലിയ കപ്പൽ, ആ കപ്പൽ വെള്ളത്തിലൂടെ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ ആ തിരമാലകളുടെ നടുവിൽ ഉറപ്പിച്ചു നിർത്തുന്നത് ഒരു വലിയ നങ്കൂരമാണ്. ഒരു വലിയ നങ്കൂരം എന്ന് പറയുമ്പോൾ ആ നങ്കൂരത്തിൻ്റെ വലിപ്പം കൊണ്ടല്ല, ആ നങ്കൂരമിട്ടാണ് അതിനെ ഉറപ്പിക്കുന്നത്. അപ്പം ഒഴുകിപ്പോകാതിരിക്കുവാൻ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ആയിരിക്കുന്നത് ഒരു വലിയ സമുദ്രത്തിലാണ്. ആ സമുദ്രത്തിൽ അവിടെ നിരവധിയായ പടകുകൾ കാണും, കപ്പലുകൾ കാണും. അവയെല്ലാം ഈ ലോകത്തിൻ്റെ കാറ്റിനനുസരിച്ചാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിൻ്റെ ഒരു ട്രെൻഡ് ഉണ്ട്, ലോകത്തിൻ്റെ ഒരു ചലനമുണ്ട്, അതിനനുസരിച്ചാണ് അവയെല്ലാം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു ക്രിസ്തീയ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൻ്റെ കാറ്റിനനുസരിച്ച് നീങ്ങിപ്പോകേണ്ട ഒരുവനല്ല ഒരു ദൈവ പൈതലെന്ന് നമ്മെ നന്നായി മനസ്സിലാക്കി തരുന്ന ഒരു വേദഭാഗമാണ് എബ്രായ ലേഖനം 2-ാം അധ്യായം. അപ്പം നോക്കണേ, ഈ സൂക്ഷിക്കണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഈ വേദഭാഗത്ത് നമുക്ക് ആ വാക്യം ഒന്ന് വായിച്ചാൽ, അതിൽ 1-ാമത്തെ വാക്യം ഞാനിവിടെ വായിക്കുന്നു. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. എങ്ങനെ നമുക്ക് ഈ ഡ്രിഫ്റ്റ് ചെയ്യാതെ അല്ലെങ്കിൽ ഒഴുകിപ്പോകാതെ സൂക്ഷിക്കപ്പെടുവാൻ നമുക്ക് കഴിയുമെന്ന് ചോദിച്ചാൽ, കേട്ട വചനം നാം എന്ത് ചെയ്യണം? ശ്രദ്ധയോടെ കരുതി കൊള്ളുക. അപ്പം ദൈവവചന പഠനം എന്നൊക്കെ പറയുന്നത്, അല്ലെ ദൈവവചനം പഠിക്കുക, അത് മനസ്സിലാക്കുക എന്നൊക്കെ പറയുന്നത്, നമ്മുടെ ഈ ലോകത്തിൻ്റെ രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ചില പടകുകളെ പോലെ ലോകത്തിൻ്റെ രീതികൾക്കനുസരിച്ച് നീങ്ങുവാനല്ല ദൈവവചനത്തെ തന്നിരിക്കുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ നാം കാണുന്ന വലിയൊരു വിപത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോകത്തിൻ്റെ രീതിയിൽ തന്നെ പോകുവാൻ ആഹ്വാനം നൽകുന്ന സന്ദേശങ്ങളാണ് നമുക്ക് പലപ്പോഴും ലഭിക്കുന്നത്. അവ തന്നെയാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. അവയ്ക്കനുസരിച്ചല്ലാത്ത, അല്ലെങ്കിൽ ലോകത്തിൻ്റെ രീതികൾക്ക് അനുസരിച്ച് പോകരുത് എന്ന് പറയുന്ന ഒരു മെസ്സേജ് നാം കേട്ട് കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കത് ഡൈജസ്റ്റ് ചെയ്യാൻ, നമുക്കത് ദഹിക്കുവാൻ വളരെ പ്രയാസമാണ്. പ്രത്യേകിച്ച് ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത്, നാം ഒഴുകിപ്പോകാതിരിക്കുവാൻ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും ശക്തമായ നങ്കൂരം എന്ന് പറയുന്നത് ആ പ്രത്യാശയുടെ വചനമാണ്. ആ വചനത്താലാണ് നാം ഉറയ്ക്കപ്പെടേണ്ടത്. അപ്പം ഈ ദൈവവചനം നമ്മുടെ ഉള്ളിൽ ആഴമായി പ്രവർത്തിക്കുകയും ക്രിയ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു സ്ഥലത്ത് തന്നെ ഉറപ്പോടെ നിൽക്കുവാൻ കഴിയുന്നത്. ഒരു പക്ഷേ ഒരു കപ്പലിന് ഒരു ആങ്കർ അല്ലെങ്കിൽ നങ്കൂരമില്ലെങ്കിൽ അവരൊരു കടലിൽ വിശ്രമിക്കുവാൻ നിൽക്കുകയാണ്. അപ്പം വിശ്രമിക്കുവാൻ കിടക്കുന്ന ഈ കപ്പൽ കരയോട് ചേർത്ത് ഇട്ട് വിശ്രമത്തിന് വേണ്ടി ഇട്ടിരിക്കുകയാണ്. ഇവർ നങ്കൂരമിട്ടല്ല ആ കരയ്ക്ക് അടുത്തതെങ്കിൽ നാളെ രാവിലെ അവർ ഉറക്കമുണരുമ്പോൾ ഈ കപ്പൽ ആ തീരത്തു നിന്നും ഒത്തിരി ദൂരെ പോകും. അപ്പോൾ ചോദിക്കും, കൊടുങ്കാറ്റടിച്ചോ? ഇല്ല. വലിയ തിരമാലകൾ വന്നോ? ഇല്ല. സമുദ്രത്തിൻ്റെ ഒരു ചെറിയ തിരകൾക്ക് പോലും, ഒരു ചെറിയ ചലനത്തിന് പോലും ഇത്ര വലിയ കപ്പലിനെ നീക്കുവാൻ കഴിയും. അപ്പൊ തിരമാലകൾ ഉള്ളത് കൊണ്ട് മാത്രമല്ല നങ്കൂരമിടുന്നത്, മറ്റെന്തെങ്കിലും പ്രതികൂലങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമല്ല നങ്കൂരമിടുന്നത്.
നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു ഘടകമാണ് നങ്കൂരം. ആ നങ്കൂരത്തെ പറ്റി നമ്മളിവിടെ കാണുന്നത് ദൈവവചനത്താൽ നാം ഉറപ്പുള്ളവരായി നാം തീരണം. എന്തുകൊണ്ടാണ് നാം ഒഴുകിപ്പോകുന്നത്? നമ്മൾ ഒഴുകിപ്പോകുന്നതിനെ പറ്റി കണ്ടു. ഒഴുകി പോകാതിരിക്കാൻ നമുക്ക് നങ്കൂരം ആവശ്യമാണ്. ഈ എന്തുകൊണ്ടാണ് നമ്മൾ ഒഴുകിപ്പോകുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ പരിചിതത്വമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫെമിലിയാരിറ്റിയാണ്. അതൊരു വലിയ ഡേഞ്ചറാണ്. ഈ ഏത് കാര്യത്തിലും നമ്മുടെ പരിചയം, എനിക്കറിയാം എന്ന ഒരു ചിന്ത നമ്മളെ ഭരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ നമ്മുടെ ശ്രദ്ധ കുറയും. നന്നായി ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണ്, നല്ല രീതിയിൽ ഫെമിലിയറാണ് കാര്യങ്ങളോടുള്ള റോഡ്, അവിടെ നാം ഏറ്റവും കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെടുന്നത്, ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്തേക്കാൾ കൂടുതൽ അപകടത്തിൽപ്പെടുന്നത് ഡ്രൈവിംഗ് പഠിച്ച് ഈ കാര്യങ്ങളൊക്കെ ഫെമിലിയർ ആയതിനു ശേഷമാണ്. ഇതൊരു വലിയ ഡേഞ്ചറാണ് ഈ ഫെമിലിയാരിറ്റി എന്ന് പറയുന്നത്. എനിക്കെല്ലാം അറിയാം. അപ്പം ഒരു ചെറിയ അശ്രദ്ധ ഇവിടെ അപകടം നമുക്ക് കൊണ്ടുവരും. പ്രധാന കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകും. ഫെമിലിയാരിറ്റിയിൽ വരുന്ന ഒരു അപകടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്രധാനമായ കാര്യങ്ങളെ നാം ശ്രദ്ധിക്കാതെ പോകും. നമുക്ക് അതിനോടുള്ള വിലമതിപ്പ് കുറയും. ആദ്യം നമുക്ക് അത്ഭുതമായി തോന്നിയ ഒരു കാര്യം നമുക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഒരു വലിയ അത്ഭുതമായിട്ടൊന്നും തോന്നുന്നില്ല. ആദ്യം നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷവും ആനന്ദമൊക്കെ ആയിരിക്കും. ഇതൊന്നും നമുക്ക് ലഭിക്കുകയില്ല. ഫെമിലിയറായി കഴിയുമ്പോൾ അത് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്, ഫെമിലിയാരിറ്റിയുടെ ഒരു വലിയ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്നും ഒരേ രീതിയിൽ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് എന്ത് ചെയ്യും? കുറയും. നമുക്ക് ആദ്യം നന്ദി ഉണ്ടായിരുന്നു, ആദ്യം നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നീട് ഈ ഫെമിലിയാരിറ്റി വന്നു കഴിയുമ്പോൾ അത് നമുക്കൊരു സാധാരണ പോലെയുള്ളൊരു കാര്യമായിട്ട് തന്നെ എന്ത് ചെയ്യും? തോന്നും. അപ്പം വലിയൊരു ഡേഞ്ചറാണ്. ദൈവവചനം എന്ന് പറയുന്നത് നമുക്ക് ഓരോ ദിവസവും ദൈവം നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡ്രിഫ്റ്റ് അവേ ആയി തീരാതിരിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അപ്പം ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ നാം ഓരോ ദിവസവും ഇത് ഫെമിലിയറാണ്, അല്ലെങ്കിൽ ഒരു പാസ്റ്റർ, ഒരു ദൈവദാസൻ ഒരു വചനം എടുക്കുമ്പം പിന്നെ എനിക്കറിയാം ഇതെന്താണ് പറയാൻ പോകുന്നത്, ഇനിയും പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒത്തിരി നാളായിട്ട് ഇത് കേൾക്കുന്നതാണ് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ ഫെമിലിയാരിറ്റി നമ്മുടെ ശ്രദ്ധ ഇല്ലാതാക്കി മാറ്റും. ശ്രദ്ധ ഇല്ലാതാക്കി മാറ്റുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? നമ്മൾ ഒഴുക്ക് തുടങ്ങും. പിന്നീട് നമ്മുടെ ഗൗരവം നഷ്ടപ്പെടും. ഫെമിലിയാരിറ്റി വന്നു കഴിഞ്ഞാലുള്ള മറ്റൊരു ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗൗരവം അല്ലെങ്കിൽ നമുക്കൊരു അലംഭാവം ഉണ്ടാകും. നമ്മുടെ സീരിയസ്നെസ് അവിടെ നമുക്ക് നഷ്ടപ്പെടുക. പിന്നെ നമുക്ക് ഒന്ന് പഠിക്കാനോ ഒന്ന് പരിശോധിക്കാനോ ഉള്ള മനോഭാവം നമ്മുടെ കുറയും. നമുക്കറിയാം, നമ്മൾ കർത്താവിൻ്റെ മേശയിൽ നിന്ന് ആദ്യത്തെ തിരുവത്താഴത്തിൽ പങ്കെടുത്തത് സ്നാനത്തിന് ശേഷം. അതിനുശേഷം കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ നമ്മൾ വളരെ ഭക്തിയോടെ, വളരെ ബഹുമാനത്തോടെ, ഹൃദയത്തെ ശോധന ചെയ്തിട്ടാണ് നാം കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കാളികളാകുക. എന്നാൽ ചില സന്ദർഭത്തിലൊക്കെ ഇനിയും അതൊരു വലിയ ഡേഞ്ചറാണ്. ഫെമിലിയാരിറ്റി വന്നു കഴിയുമ്പോൾ പിന്നീട് ചിലപ്പോൾ എടുക്കുന്നത് അവർക്കെന്തെങ്കിലും തോന്നിയാലോ, അല്ലെങ്കിൽ ഈ ആളുകളൊക്കെ എന്തൊക്കെ ചിന്തിക്കും, ഇത് ഒരു വലിയ ഡേഞ്ചറാണ്. നമ്മുടെ സീരിയസ്നെസ് അവിടെ കുറയുകയാണ്. അപ്പം നോക്കണേ, ഗൗരവം നഷ്ടപ്പെടുക, അലംഭാവം ഉണ്ടാകുക, ശ്രദ്ധ കുറയുക, പഴയ കാര്യങ്ങളിൽ മാത്രം ജീവിക്കുക. പഴയ കാര്യങ്ങൾ പറയേണ്ടതെന്നല്ല, പഴയ സാക്ഷ്യങ്ങൾ പറയേണ്ടതെന്നല്ല, നമുക്ക് പിന്നീടുള്ളത് അനുഭവങ്ങളൊക്കെ പഴയ അനുഭവങ്ങളാണ്. ഇപ്പോൾ നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ പുതുതായിട്ടൊന്നും നമുക്ക് അനുഭവിക്കുവാനോ പ്രാപിക്കുവാനോ നമുക്ക് കഴിയുന്നില്ല. അപ്പം നോക്കണേ,
നമ്മുടെ ഇന്നത്തെ പല പ്രശ്നങ്ങളും തുടങ്ങിയത് അത് ഇന്നലെയോ ഇന്നോ ഒന്നും അല്ല. അത് നമ്മൾ അശ്രദ്ധരായി തീർന്നപ്പോൾ, നമ്മൾ പരിചിതത്വം അല്ലെങ്കിൽ ഫെമിലിയാരിറ്റി നമ്മെ ഇതിൽ നിന്നുമൊക്കെ പതുക്കെ പതുക്കെ എന്ത് ചെയ്തെന്നറിയാമോ? നമ്മൾ ഓർത്തു കുഴപ്പമില്ല, ഇന്നലെ നങ്കൂരമിട്ടില്ല, അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല, കര കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ നങ്കൂരം ഇടാൻ കഴിയാത്ത രീതിയിൽ ഇതൊരു വല്ലാത്ത പ്രതികൂലത്തിലേക്ക് പോയി കഴിയുമ്പോഴാണ് നമുക്ക് ഇതെല്ലാം, അയ്യോ ഞാൻ ഒത്തിരി കരയിൽ നിന്ന്, ഞാൻ ആയിരിക്കേണ്ട തീരത്തു നിന്ന് ഞാൻ ഒത്തിരി ദൂരെ പോയല്ലോ. അപ്പം ഒരു ഓവർനൈറ്റ് കൊണ്ടല്ല, ഒറ്റ രാത്രി കഴിയുമ്പോഴല്ല ഈ ഒഴുക്കിൽപ്പെട്ട് ദൂരെ പോകുന്നത്. ഇത് ഗ്രാജുവലി പതുക്കെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? പല വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഡ്രിഫ്റ്റിംഗ് എവേ ആണ്, ഒഴുകിപ്പോക്കാണ് നമ്മെ എവിടെ കൊണ്ടെത്തിക്കുന്നത്? ദൈവത്തിൽ നിന്നും ദൂരെ കൊണ്ടെത്തിക്കുന്നത്. എന്തുകൊണ്ടാണ് പലർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാതെ, അല്ലെങ്കിൽ ആ പ്രസൻസിനെ ഫീൽ ചെയ്യുക? ചിലർ പറയും എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു വലിയ ഡേഞ്ചറാണ്. അതിന് ഉത്തരവാദി ദൈവവചനമോ ദൈവമോ മറ്റൊരു വ്യക്തിയോ അല്ല. ദൈവം ഒരു വ്യക്തിയെ തൻ്റെ മകനും മകളുമാക്കി തീർക്കുമ്പോൾ, അല്ലെങ്കിൽ പുത്രത്വം നൽകുമ്പോൾ, സൺഷിപ്പ് നൽകുമ്പോൾ, നമ്മളിൽ നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത് ആരുടെയെങ്കിലും ഒരു പ്രത്യേക പ്രോഗ്രാം കൊണ്ട് നമ്മളിൽ ഇളക്കമുണ്ടാക്കിയല്ല. ഹി ഡ്വെൽസ് ഇൻ അസ്, അവൻ നമ്മിൽ വസിക്കുന്നു. അതിനെ ഫീൽ ചെയ്യുക എന്നുള്ളതിൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ ഫീൽ ചെയ്യാൻ കഴിയുന്നില്ല, ദൈവാത്മാവിൻ്റെ സാന്നിധ്യം ഫീൽ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു നല്ല സ്റ്റെപ്പിലേക്ക് നമ്മെ നടത്തുവാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പാണ്. അയ്യോ ഞാൻ ഒത്തിരി ഒഴുകിപ്പോയി, എനിക്കിപ്പം ദൈവാത്മാവിൻ്റെ പ്രസൻസിനെ എനിക്ക് ഫീൽ ചെയ്യാൻ കഴിയുന്നില്ല. അതിന് നമ്മൾ മറ്റൊരു വ്യക്തിയുമല്ല കുറ്റം പറയേണ്ടത്, നാം നമ്മിലേക്ക് തന്നെ നോക്കണം. എനിക്ക് ദൈവവചനത്തിൽ ശരിക്കും അടിസ്ഥാനപ്പെട്ട് ആ നങ്കൂരം എനിക്കിതുവരെ ഇടാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ഒരു ആത്മപരിശോധന നാം ഇവിടെ നടത്തണം. ഇവിടെയാണ് നാം നങ്കൂരമിടേണ്ടതായ ആവശ്യകത വരുന്നത്. എന്തുകൊണ്ട്? വി മസ്റ്റ് നോട്ട് ഔട്ട്ഗ്രോ ദ ഗോസ്പൽ. നമ്മൾ സുവിശേഷമില്ലാത്ത രീതിയിൽ ഇതെനിക്കറിയാം, ഔട്ട്ഗ്രോ ദ ഗോസ്പൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പം, ഇതൊക്കെ എനിക്കറിയാവുന്നേ, ഇതൊക്കെ ഞങ്ങൾ ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ്. എന്തിനാണ് സുവിശേഷം? നിങ്ങൾ നോക്കണേ, വർഷങ്ങളായി ദൈവത്തെ ആരാധിച്ചും പ്രത്യേകിച്ച് റോമിലുള്ള സഭയ്ക്ക് പൗലോസ് എഴുതുമ്പോൾ പറയുകയാണ്, എനിക്ക് വിശേഷാൽ നിങ്ങളോട് സുവിശേഷം അറിയിക്കുവാൻ. അപ്പം ഇന്നിപ്പോൾ ഒരാൾ എന്ന് പറയുക, ഞാൻ നിങ്ങളുടെ അടുത്ത് കുറച്ച് സുവിശേഷം പറയാൻ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിന്നതൊരു ഒരു പ്രത്യേക കാര്യമായിട്ട് തോന്നി. ഞങ്ങളോട് എന്തിനു സുവിശേഷം പറയാന്? ഞങ്ങളോട് സുവിശേഷം പറയേണ്ട ആവശ്യം എന്താണ്? റോമിലുള്ളവരോട് പറയുക, ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു, പക്ഷെ ഇപ്പോൾ ഞാൻ ഇത് എഴുതുന്നത് നിങ്ങളോട് ഈ സുവിശേഷം അറിയിക്കുവാനാണ് ഞാൻ നിങ്ങളോട് ഇത് അറിയിക്കുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്. പ്രിയരെ, ഇന്ന് രാത്രി നാം തിരിച്ചറിയേണ്ടത്, നമ്മുടെ ഉള്ളിൽ കർത്താവ് തൻ്റെ സന്ദേശത്തെ നൽകിയിരിക്കുന്നത് നാം ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ കപ്പലിനെ, നമ്മുടെ ഷിപ്പിനെ ആങ്കർ ചെയ്ത് നങ്കൂരമിട്ട് ഉറപ്പിക്കുവാനാണ് കർത്താവ് നമുക്ക് ഈ സുവിശേഷത്തെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ, ഈ പ്രസംഗകന്റെ മുൻപിൽ ഇരിക്കുമ്പോൾ ഒരു വചനം കേൾക്കുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു ചിന്ത വരും, ഇത് നമ്മൾ ഒത്തിരി നാളായിട്ട് കേൾക്കാൻ തുടങ്ങിയതാണ്. അപ്പം നോക്കണം, ഒഴുക്കിൽപ്പെടുകയില്ല എന്നുള്ളതല്ല, എല്ലാവരും ഒഴുക്കിൽപ്പെടും. നങ്കൂരമിട്ട കപ്പലും ഒഴുക്കിനെ അതിജീവിച്ചാണ് നിൽക്കുന്നത്. പക്ഷെ നങ്കൂരമിട്ടിരിക്കുന്നത് കൊണ്ട് അത് ഒഴുക്കിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒഴുകിപ്പോകാതെ അവിടെ നിൽക്കുവാൻ അതിനെ സഹായിക്കും. ഈ ലോകത്തിലുള്ളവർക്കുള്ള പ്രതികൂലങ്ങൾ തന്നെ നമുക്കും വരും, രോഗങ്ങൾ വരും. പക്ഷേ
നമ്മളെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്, പലരും ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളുടെ നടുവിൽ പെട്ടെന്ന് ഒരു ചെറിയ കയറിൽ അവരുടെ ജീവിതം അവസാനിപ്പിക്കും. അല്പം വിഷമെടുത്ത് കഴിച്ച് ഓവർഡോസ് മരുന്ന് കഴിച്ച് അവർ ആത്മഹത്യ ചെയ്യും. അവരെല്ലാം കർത്താവിനെ അറിഞ്ഞിട്ടുള്ളവരും ചില സന്ദർഭത്തിൽ കൂട്ടായ്മയുടെ ഭാഗങ്ങളുമായിരുന്നവരായിരിക്കുക. പക്ഷെ ഒരു ദൈവ പൈതൽ എന്തുകൊണ്ടാണ് ഈ പ്രതികൂലത്തിന് നടുവിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ വചനം, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല എന്നും ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല എന്നും ഉള്ള ദൈവത്തിൻ്റെ സന്ദേശം, കർത്താവ് ആരാണ്, എനിക്ക് കർത്താവ് ആരാണ്, ഈ വചനം എനിക്ക് നൽകിയിരിക്കുന്ന ഉറപ്പെന്താണ്, ആ നങ്കൂരത്തിലാണ് നാം അനുദിന ജീവിതത്തിൽ ഈ പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ സെക്കൻഡ് വാണിങ് നമുക്കിവിടെ തരുന്നത്, സെക്കൻഡ് വാണിങ് ഈസ് റിഗാർഡിങ് റിജക്റ്റിംഗ് ദ ഗോസ്പൽ. രണ്ടാമത്തെ വാണിങ് എന്ന് പറയുന്നത് നങ്കൂരം ഇടണം എന്ന് മാത്രമല്ല, നമ്മൾ ഈ സുവിശേഷത്തെ എന്ത് ചെയ്യരുത്, തിരസ്കരിക്കരുത്. അതിനാണ് 2 മുതൽ 4 വരെയുള്ള വാക്യം പറയുന്നത്, ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്കുറപ്പിച്ചത് തന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? അപ്പം നോക്കണേ, ഹൗ ഷാൾ വി സേവ്ഡ്, നമുക്കെങ്ങനെ പിന്നെ രക്ഷപ്പെടുവാൻ കഴിയും? നോക്കണം, ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ ഇവിടെ 2 kinds ഓഫ് മിസ്റ്റേക്കിനെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, 2 തരത്തിലുള്ള തെറ്റുകൾ. ഒന്ന്, ലംഘനമാകുന്ന തെറ്റ്. 2, അനുസരണക്കേടാകുന്ന തെറ്റ്. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാതിരുന്നവർക്ക് ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിലെന്ന് പറയുമ്പോൾ, ദൂതന്മാർ മുഖാന്തരം കൊടുത്ത ദൈവത്തിൻ്റെ സന്ദേശത്തെ അനുസരിക്കാതിരുന്നതിൻ്റെ കാര്യം അവിടെ വിശദീകരിക്കുമ്പോൾ പറയുകയാണ്, എന്ത് കാരണം കൊണ്ടാണ്. 2 important mistakes they did. 2 പ്രധാനപ്പെട്ട തെറ്റുകളാണ് അവർ ചെയ്തത്. ഒന്ന്, ട്രാൻസ്ഗ്രഷൻ, ലംഘനം. 2, ഡിസൊബീഡിയൻസ്, അനുസരണക്കേട്. ഒന്നാമത്തേത് കമ്മീഷനാണ്. ട്രാൻസ്ഗ്രഷൻ ഈസ് റിലേറ്റഡ് ടു കമ്മീഷൻ ആൻഡ് ഡിസൊബീഡിയൻസ് ഈസ് റിലേറ്റഡ് ടു ഒമിഷൻ. നോക്കണം, ഒന്നാമത്തേത് കമ്മീഷനാണ്. ദൈവം പറഞ്ഞത് ചെയ്യണമെന്ന് പറഞ്ഞത് ചെയ്യാതിരിക്കുന്നതാണ് ലംഘനം. ചെയ്യണം, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറഞ്ഞ ഒരിക്കലും നോ, അതങ്ങനെ ആകരുത്, അതിനെ എന്ത് ചെയ്തു? അവർ ചെയ്തു. ഒമിഷൻ അല്ലെങ്കിൽ ഡിസൊബീഡിയൻസ്, ദൈവം പറഞ്ഞു ഇങ്ങനെ തന്നെ ചെയ്യണം, അതിനെ ചെയ്യാതിരിക്കുക. അപ്പം ന്യായപ്രമാണത്തോടുള്ള ബന്ധത്തിലെ ശിക്ഷ കൊടുത്തത് ഒന്ന് കമ്മീഷന്റെ ബേസിലും 2 ഒമിഷന്റെ ബേസിലുമാണ്. കമ്മീഷൻ എന്ത് ചെയ്തെന്നറിയാമോ? അവർ ലംഘിച്ചു. കർത്താവ് പറഞ്ഞതിനെ എന്ത് ചെയ്തു? അവർ ലംഘിച്ചു. എന്നാൽ ഒബീഡിയൻസിന് വേണ്ടി കൊടുത്തതാണ്. പക്ഷേ ആ ഉപേക്ഷയ്ക്ക് വേണ്ടി കൊടുത്തു. അതിൽ എന്ത് ചെയ്തെന്നറിയാമോ? അതിലാണ് അവർ കാര്യങ്ങളെ ചെയ്തത്. അപ്പം 2 തെറ്റ്. ഈ 2 തെറ്റുകളും സിൻസ് ഓഫ് കമ്മീഷൻ ആൻഡ് സിൻസ് ഓഫ് ഒമിഷൻ. ചെയ്യണമെന്ന് പറയുന്നു, ചെയ്യാതിരിക്കുന്നു. ചെയ്യരുതെന്ന് പറയുന്നു, ചെയ്തു. ഇതിന് 2നും ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്തതിന്, ആ വചനത്തിന് അങ്ങനെ ചെയ്യാതിരുന്നവർക്ക് ശിക്ഷ ലഭിച്ചു. അതാണ് 2ാമത്തെ വാക്യം. ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം കൊടുത്തു. അപ്പം ഇവിടെ ഇനിയും അടുത്തത് നമ്മൾ സുവിശേഷത്തിലേക്ക് വരികയാണ്. കർത്താവ്, ഹൗ ഗോഡ് ഈസ് എസ്റ്റാബ്ലിഷിംഗ് ഹിസ് ഗോസ്പൽ നൗ. അപ്പം നമ്മൾ ഒന്നാമത് കണ്ടു,
ഒഴുകിപ്പോകാതിരിക്കുക. രണ്ടാമത് കണ്ടു ദൂതന്മാർ മുഖാന്തരം കൊടുത്ത സന്ദേശം. അതിനകത്തെ കമ്മീഷൻ ഉണ്ടായിരുന്നു, ഒമിഷൻ ഉണ്ടായിരുന്നു. കമ്മീഷൻ എന്ത് ചെയ്യണം, ഒമിഷൻ എന്ത് ചെയ്യണം, ലംഘനം അതിന് ദൈവം കൊടുത്ത ശിക്ഷ എന്താണ്. മൂന്നാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം തൻ്റെ വചനത്തെ എങ്ങനെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്, സുവിശേഷത്തെ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ. അപ്പൊ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണേ. കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും. സുവിശേഷം ആദ്യം പറയാൻ തുടങ്ങിയത് അപ്പോസ്തലന്മാരല്ല. സുവിശേഷം പറയാൻ തുടങ്ങിയത് യേശുക്രിസ്തുവാണ്. കാലം തികഞ്ഞിരിക്കുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മാനസാന്തരത്തിലേക്ക്, യോഹന്നാൻ മാനസാന്തരത്തിലേക്ക് ആളുകളെ നയിച്ചുവെങ്കിലും അവർക്ക് രക്ഷയുടെ സന്ദേശം നൽകിയത് യേശുക്രിസ്തുവാണ്. അപ്പം അതാണ് അവിടെ കാണുന്നത്, കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും. അപ്പം ദൈവം പറഞ്ഞു തുടങ്ങിയ സുവിശേഷത്തെ, ഗുഡ് ന്യൂസിനെ, അതെങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്തത് അപ്പോസ്തലന്മാരാണ്. അപ്പം അപ്പോസ്തലന്മാര് ഇതിനെ ക്യാരി ഫോർവേഡ് ചെയ്തപ്പം അവർ യേശുക്രിസ്തുവിനെ പോലെ ആയിരുന്നില്ല. അവരൊന്നും ഒരു ഡിവൈൻ ബർത്ത് ഒന്നും പ്രാപിച്ചവരായിരുന്നില്ല. യേശുക്രിസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവപുത്രൻ, ആദാമ്യ വർഗത്തിൽ ജനിച്ചവനായിരുന്നില്ല. യേശുക്രിസ്തു ശരിക്കും മറിയയുടെ സന്തതിയായി പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയായി യേശുക്രിസ്തുവിന് ജന്മം നൽകുന്നു. യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നു. യേശു വെള്ളത്തിന് മീതെ നടക്കുന്നു, അത്ഭുതങ്ങളെ ചെയ്യുന്നു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നു. അപ്പം നമുക്ക് തോന്നും അത് യേശു ഡിവൈനായ ഒരു ബർത്ത് ആയതുകൊണ്ടാണ്. പക്ഷെ യേശുക്രിസ്തുവിനുണ്ടായിരുന്ന അതേ ആത്മാവിനെ അപ്പോസ്തലന്മാരുടെ മേൽ കർത്താവ് പകർന്നു. അപ്പൊ അപ്പോസ്തലന്മാർ സുവിശേഷം അറിയിച്ചപ്പോൾ അവരെയും അക്കമ്പനി ചെയ്ത ചില കാര്യങ്ങളാണ് യേശു എങ്ങനെയാണ് അവർ പറഞ്ഞതും ഉറപ്പിച്ചു കൊടുത്തത്. യേശു അവരെ വചനം പഠിപ്പിച്ചു. യേശു അവർക്ക് രക്ഷയുടെ വാതിൽ തുറന്നു നൽകി. ആ സന്ദേശത്തെ അവരെങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട്, പറഞ്ഞ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് സയൻസ് ആൻഡ് വണ്ടേഴ്സിലൂടെ ഗോസ്പലിനെ എസ്റ്റാബ്ലിഷ് ചെയ്തു, സുവിശേഷത്തെ ഉറപ്പിച്ചു. ഈ സുവിശേഷം കേട്ടിട്ടില്ലാത്തിടത്ത് ഇന്നും യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ ഉറപ്പിക്കുന്നത് മിറക്കിൾസിലൂടെയും വണ്ടേഴ്സിലൂടെയും സയൻസിലൂടെയുമാണ്. എന്നാൽ നമ്മുടെ കൂട്ടായ്മയിൽ ദൈവത്തിന് വചനത്തെ ഉറപ്പിക്കുവാനും സുവിശേഷത്തെ അറിയിക്കുവാനും ഒരു മിറക്കിൾ ചെയ്തു തരേണ്ട ആവശ്യമില്ല. അത് വചനത്തിലൂടെ നമുക്ക് വെളിപ്പെട്ട സത്യമാണ്. നമ്മൾ ആ ലെവലൊക്കെ കഴിഞ്ഞിട്ടുള്ളവരാണ്. ഇന്ന് എന്നോടും നിങ്ങളോടും ദൈവം സംസാരിക്കേണ്ടത് അത്ഭുതങ്ങൾ ചെയ്തും അടയാളങ്ങൾ ചെയ്തും വീര്യപ്രവർത്തികളെ ചെയ്തുമല്ല. ഈ വചനം നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ വചനം നേരിട്ട് വായിച്ചാൽ മനസ്സിലാക്കാൻ കഴിയാത്തവർക്ക് കർത്താവ് തൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്യുന്നത് ഒരു വലിയ അത്ഭുതത്തിലൂടെയാണ്. പലരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം, കർത്താവ് എന്തുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുന്നില്ല? പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഒരു അത്ഭുത പ്രവൃത്തി നടന്നതുകൊണ്ടല്ല നമ്മൾ വിശ്വസിക്കേണ്ടത് കർത്താവ് ദൈവപുത്രനാണെന്ന്. നമുക്ക് തൻ്റെ വചനത്തിലൂടെ ദൈവം ആ വെളിപ്പാടിനെ നൽകിയിരിക്കുകയാണ്. പഴയ നിയമത്തിലെ ഭക്തനായ മനുഷ്യനായ ഇയ്യോബ് തന്നെ പറയുന്നു, അവൻ എന്നെ കൊന്നാലും, ആ പുസ്തകം വളരെ വ്യക്തമായത് പഠിപ്പിക്കുന്നുണ്ട്, ഞാൻ അവനായി കാത്തിരിക്കും. ഒരിക്കലും ഒരു അത്ഭുതം നടന്നതുകൊണ്ടോ ഒരു വലിയ മിറക്കിൾ നടന്നതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ കർത്താവിൽ ഇന്ന് വിശ്വസിക്കുകയും കർത്താവിൻ്റെ സന്നിധി മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. കർത്താവിൻ്റെ വചനത്താൽ ആ വെളിപ്പാട് എനിക്ക് ലഭിച്ചിരിക്കുകയാണ്. അപ്പം സുവിശേഷത്തെ കർത്താവ് എസ്റ്റാബ്ലിഷ് ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലുമാണ്. നമ്മുടെ കേരളത്തിലുള്ള സമൂഹത്തിൻ്റെ ഇടയിൽ, കേരളത്തിലുള്ള നൂറ്റാണ്ടുകളായി സുവിശേഷം കേൾക്കുകയും നാളുകളായി കേൾക്കുകയും ചെയ്യുന്നവരുടെ ഇടയിൽ നടക്കുന്ന അത്ഭുതങ്ങളെക്കാൾ കൂടുതൽ ഞാൻ
ദീർഘനാളുകൾ നോർത്ത് ഇന്ത്യയിലായിരുന്നുകൊണ്ട് പല ഗ്രാമങ്ങളിലും അവിടെ കടന്നൊക്കെ പോകുമ്പം പലപ്പോഴും കാണുന്നത്, അവിടെ ചെല്ലുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങളെ കാണാൻ കഴിയും. കാരണം എന്താണ്? അവിടെ ഈ അത്ഭുതങ്ങളിലൂടെ കർത്താവിൻ്റെ നാമം ഉറപ്പിക്കപ്പെടണം. അതുകൊണ്ടാണ് യേശു താൻ വളർന്ന കഫർന്നഹോമിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ, യേശു ജനിച്ചു വളർന്ന നാട്ടിൽ ചെന്നപ്പോൾ വീണ്ടും അവർ അത്ഭുതങ്ങളെ പ്രതീക്ഷിക്കുകയാണ്. യേശു മനസ്സിൽ വേദനയുള്ളവനായിട്ടാണ് വീണ്ടും എന്നും അവർ അത്ഭുതങ്ങളെ ആവശ്യപ്പെടുകയാണ്. യേശുവിൻ്റെ അരികിൽ കടന്നു വരുന്ന ഓരോ വ്യക്തിക്കും കർത്താവ് അത്ഭുതങ്ങളും ദൈവപ്രവൃത്തിയും ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ദൈവവചനത്തിലൂടെ കർത്താവിനെ അറിയുന്നതും അത്ഭുതങ്ങളിലൂടെ കർത്താവിൻ്റെ അരികിലേക്ക് വരുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമാണ്. അത്ഭുതങ്ങൾ കണ്ടാണ് ഒരു വ്യക്തി വരുന്നതെങ്കിൽ അവനിൽ ഒത്തിരി ഡൗട്ടുകൾ കാണും. അവൻ ആ അത്ഭുതം മാത്രമേ കണ്ടു, കർത്താവ് എൻ്റെ രോഗത്തിന് വിടുവിച്ചു. പിന്നെ അല്ലാതുള്ള വചന ജീവിതത്തിൻ്റെ റിയാലിറ്റിയെ പറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യ ജീവിതത്തെ പറ്റി ആഴമായിട്ട് അവന് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് കടന്നു വരുന്ന ഓരോന്നിലും ഇതായിരിക്കാം ശരി, അതായിരിക്കാം ശരി. എന്നാൽ ദൈവവചനത്തിലൂടെ കർത്താവിനെ കണ്ട ഒരു വ്യക്തിയാണെങ്കിൽ അവൻ്റെ പടക് ഉറപ്പോടെ നിൽക്കും. അപ്പം അത്ഭുതങ്ങളും അടയാളങ്ങളും വേണ്ട എന്നുള്ളതല്ല, തീർച്ചയായിട്ടും അത് കർത്താവിൻ്റെ പ്രവൃത്തി കർത്താവ് ചെയ്യും. പക്ഷെ നമ്മളെയൊക്കെ കർത്താവ് ഉറപ്പിക്കുന്നത്, ഇന്ന് ഉറപ്പിക്കുന്നതിൻ്റെ വചനത്താലാണ്. അപ്പം നോക്കണേ, അവിടെ നമ്മൾ കാണുന്നത് രോഗസൗഖ്യമാകട്ടെ, അത്ഭുതമാകട്ടെ, അത് സുവിശേഷത്തെ ഉറപ്പിക്കുവാൻ വേണ്ടി ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളാണ്. ഈ നരകത്തിൽ പോകുന്ന ആളുകൾ അല്ലെങ്കിൽ ഇനിയും പോകാനുള്ള ആളുകളൊന്നും അവരൊന്നും യേശുക്രിസ്തുവിൻ്റെ ഹിസ്റ്റോറിസിറ്റിയെ, യേശുക്രിസ്തു ചരിത്ര പുരുഷൻ അല്ല എന്ന് പറഞ്ഞത് കൊണ്ടല്ല അവർ ആ ഹെല്ലിൽ, എറ്റേണൽ ഹെല്ലിലേക്ക് പോകാൻ തുടങ്ങുന്നത്. അവർ സുവിശേഷത്തെ പുറങ്കാലുകൊണ്ട് ചവിട്ടിക്കളയുന്നത് കൊണ്ടാണ് അവർക്ക് നരകം ലഭിക്കുന്നത്. അപ്പം നോക്കണം, ഏറ്റവും വലിയൊരു ഡേഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഗ്ലക്റ്റിംഗ് ദി ഗോസ്പൽ, സുവിശേഷത്തെ വേണ്ട എന്ന് വെക്കുക അല്ലെങ്കിൽ തിരസ്കരിക്കുക. They rejected the gospel of Jesus Christ. അപ്പം they rejected the gospel of Jesus Christ in sense they rejected the salvation. അവർ രക്ഷയെ ഗണ്യമാക്കാതെ പോയി. നമ്മൾ ആ ഗണ്യമാക്കാതെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ they totally rejected the gospel. അവർക്ക് വേണ്ട. കാരണം ഈ രക്ഷ they rejected the salvation in sense first they rejected the gospel. അവർ രക്ഷയെ തിരസ്കരിച്ചു എന്നതിൻ്റെ അർത്ഥം അവർ സുവിശേഷത്തെ തിരസ്കരിച്ചു. സുവിശേഷത്തെ തിരസ്കരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ദൈവം അവരുടെ നീതിയായി തീർന്നതിനെ അവർ തിരസ്കരിച്ചു. ഇന്ന് അവർക്ക് നീതീകരിക്കപ്പെടാമെന്നുള്ള വിഷയത്തെ അവർ തിരസ്കരിച്ചു. ഇന്നത്തെ ശുദ്ധീകരണത്തെ അവർ തിരസ്കരിച്ചു. ഇനിയും അവർക്കുള്ള അവർക്കും കൂടെ ദൈവം ഒരുക്കി വച്ചിരുന്നതായ ഭാഗ്യകരമായ തേജസ്കരണത്തെയും അവർ തിരസ്കരിക്കുന്നു. അപ്പം രക്ഷയെ അവർ തിരസ്കരിക്കുന്നു. അപ്പോൾ ഒരു വലിയ ഡേഞ്ചറാണ്. അപ്പം ഇത്ര വലിയ രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു വില രക്ഷയ്ക്കാണ്. അതുകൊണ്ടാണ് ഒരു ആത്മാവിൻ്റെ രക്ഷയെപ്പറ്റി ദൈവവചനം പറയുമ്പോൾ യേശുക്രിസ്തു അത് ചിത്രീകരിക്കുന്നത് മനോഹരമായിട്ടാണ്. ഒരു മനുഷ്യൻ ഈ ലോകം മുഴുവനും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരാത്മാവിൻ്റെ വില ഈ സർവ്വ ലോകത്തെക്കാളും വിലയേറിയതാകുന്നു. നോക്കണം, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന സാൽവേഷൻ്റെ ഇമ്പോർട്ടൻസ് നമ്മളിൽ എത്ര പേര് ഈ രക്ഷ ഇത്ര വലുതാണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ട്? ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കണ്ണ് തുറന്ന് അവൻ കാണേണ്ടുന്ന യഥാർത്ഥമായ പിക്ചർ എന്ന് പറയുന്നത് അവന് ലഭിച്ചിരിക്കുന്ന ഗ്രേറ്റ് സാൽവേഷനാണ്, രക്ഷ. നമുക്ക് ലഭിച്ചിരിക്കുന്ന വീടോ വസ്തുവകകളോ വാഹനങ്ങളോ ജോലിയോ ഒന്നുമല്ല വലുത്. നമുക്ക് ലഭിച്ചിരിക്കുന്ന രക്ഷയാണ് ഏറ്റവും വലുത്. ആ വെളിപ്പാട് പ്രാപിച്ച എല്ലാ ദൈവമക്കൾക്കായിട്ട് കർത്താവിന് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അപ്പം
യേശുക്രിസ്തുവിൻ്റെ ഹിസ്റ്റോറിസിറ്റിയെ റിജക്റ്റ് ചെയ്യുന്നത് കൊണ്ടല്ല ഒരു വ്യക്തി നരകത്തിൽ പോകുന്നത്. യേശു ചരിത്രം എല്ലാ ഈ ഭൂമി ജീവിച്ചിരിക്കുന്നവരൊക്കെയും അവരുടെ ബാങ്കിൽ പോയപ്പോൾ അവർ ചെക്ക് മാറിയത് എങ്ങനെയാണ്? യേശുവിൽ വിശ്വസിക്കാത്തവർ പോലും ഒരു ബാങ്കിൽ പോകുമ്പോൾ ഒരു ചെക്ക് എഴുതുമ്പോൾ ഞാൻ നിരീശ്വരവാദിയാ, ഞാൻ ഇതൊന്നും ചെയ്യുന്നില്ലെന്നല്ല. ഏതൊരു വ്യക്തിയാണെങ്കിലും അവനൊരു ബാങ്കിൽ ഒരു ചെക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ എഴുതണം, ഇന്ന് 15 മെയ് മാസം 15-ാം തീയതി 15/5/2026. അതിൻ്റെ അർത്ഥം എന്താണ്? ഇന്നേക്ക് 2026 വർഷവും 5 മാസവും 15 ദിവസവും മുമ്പ് കാലത്തെ 2ആയി വിഭജിച്ച ഒരുവൻ ഈ ഭൂമി വന്നു, ദൈവപുത്രനായ ക്രിസ്തു. നമുക്കറിയാം, പഴയ നിയമത്തിൽ, ഓൾഡ് ടെസ്റ്റാമെന്റിൽ നമ്മൾ പഴയ നിയമത്തിലൊക്കെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് മുമ്പുള്ള കാലഘട്ടത്തിൽ ഓരോരോ രാജാക്കന്മാരുടെ ഭരണത്തെയാണ് അവർ ഓരോരോ കാലഘട്ടമായി നിർണയിച്ചത്. ഒരു പർട്ടിക്കുലർ ടൈം അവർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് BC പുറകോട്ട് പോകുന്നത്. യേശുവിൻ തൊട്ടുള്ള കാലഘട്ടം പോകുന്നത് BC 1-2 ബാക്കിലേട്ടാണ് പോകുന്നത്. യേശുക്രിസ്തുവിന് ശേഷമാണ് ഈ ഉലകത്തിൽ കാലഗതിക്ക് ഒരു സെർട്ടേണിറ്റി, ഒരു ഉറപ്പ് ഉണ്ടായത്. അപ്പം ഈ ഭൂമിയിൽ ജീവിച്ച ഒരു വ്യക്തി, അവന് മരണാനന്തര ജീവിതം നരകത്തിലാണെങ്കിൽ അവൻ കണ്ടുപിടിക്കുകയാണ്, ഞാൻ ബാങ്കിൽ പോയപ്പോൾ ചെക്കിൽ യേശുക്രിസ്തു ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് വന്നു എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ ചെക്ക് മാറിയെന്ന് പറഞ്ഞതുകൊണ്ട് അവന് നരകത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് അവന് പ്രവേശനം ലഭിക്കുകയില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഹിസ്റ്റോറിസിറ്റിയെ, യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ് എന്ന് നിഷേധിക്കുന്നത് കൊണ്ടല്ല ഒരു വ്യക്തി നരകത്തിൽ പോകുന്നത്. ആ വ്യക്തി യേശുക്രിസ്തു ഈ ഭൂമിയിൽ നൽകിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്നത് കൊണ്ടാണ്. സാൽവേഷനെ അടുത്തറിയാതെ, നമുക്കറിയാം എത്രയോ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണെന്നറിയാമോ യേശുക്രിസ്തുവിനെ പറ്റിയും യേശുക്രിസ്തുവിൻ്റെ വചനത്തെ പറ്റിയും പ്രസംഗിക്കുന്നത്. എന്നാൽ അതല്ല രക്ഷ. സാൽവേഷൻ എന്ന് പറയുന്നത് യേശു മാത്രമാണ് എൻ്റെ രക്ഷിതാവെന്നും അവൻ എൻ്റെ വീണ്ടെടുപ്പുകാരനുമാണെന്നും പത്രോസ് പറഞ്ഞതുപോലെ, ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ രക്ഷയ്ക്കായി നൽകപ്പെട്ട വേറൊരു നാമവുമില്ല എന്നും ഉള്ള ആഴമായ വിശ്വാസത്തിലേക്ക് പോകുന്നതാണ് രക്ഷയുടെ അനുഭവം. നോക്കണം, ഈ സുവിശേഷമല്ലാതെ മറ്റൊരു രക്ഷയും മറ്റൊരു മാർഗവും രക്ഷയ്ക്കില്ല. സോ ക്രിസ്ത്യാനിറ്റി ഈസ് എ ടോട്ടൽ സറണ്ടർ. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പൂർണ്ണമായ സമർപ്പിതമായ ഒരു ജീവിതമാണ്. ഇനിയുമാണ് നാം നോക്കേണ്ടത്, നാം ഒഴുക്കിൽപ്പെട്ടവരാണോ നങ്കൂരം ഇട്ടിരിക്കുന്നവരാണോ എന്ന് നാം പരിശോധിക്കേണ്ടത്. ഒഴുക്കിൽപ്പെട്ടവരാണെങ്കിൽ അവരിങ്ങനെ ഒഴുകി നടക്കും, അവർക്കൊരു ഉറപ്പുണ്ടാകുകയില്ല. നങ്കൂരമിട്ടിരിക്കുകയാണെങ്കിൽ അവർ ദൈവത്തെ കണ്ടതുപോലെ അവർ ഉറച്ചു നിൽക്കുമെന്ന് എബ്രായ ലേഖനത്തിലും നാം അതിൻ്റെ 11-ാം അധ്യായത്തിലും നാം വായിക്കുന്നുണ്ട്. സ്തോത്രം. ഈസ് യുവർ ആങ്കർ ഫാസ്റ്റൻഡ്? നമ്മുടെ നങ്കൂരം നമ്മളിട്ട് ഉറപ്പോടെയാണോ നിൽക്കുന്നത് എന്ന് നമുക്ക് ഇന്ന് രാത്രികാലം നമുക്കൊരു ആത്മപരിശോധന ചെയ്യാം. സ്തോത്രം. അപ്പം നോക്കണേ, എത്ര വലിയ തിരമാല അടിച്ചാലും ഈ നങ്കൂരം ഇട്ടിരിക്കുന്ന കപ്പല് അത് ഉറപ്പോടെ തന്നെ അവിടെ നിൽക്കുമെന്ന് നമ്മൾ കണ്ടു. ഇനി നമുക്ക് മുമ്പോട്ട് പോകാം. ഇനിയും ഗോസ്പൽ എന്താണ് പറയുന്നത്? സുവിശേഷം എന്താ? നമ്മൾ പറയുന്നു ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ നാം എങ്ങനെ തെറ്റി കഴിയും? ഇനിയും എന്താണ് സുവിശേഷം പറയുന്നത്? വേഴ്സ് 5, നാം പ്രസ്താവിക്കുന്ന ഭാവി ലോകത്തെ അവൻ ദൂതന്മാർക്കല്ലല്ലോ കീഴ്പ്പെടുത്തിയത്. അടുത്ത വാക്യം, എന്നാൽ മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത്? മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം? നീ അവനെ ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലതും അവൻ്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്ന് അവൻ ഒരിടത്ത് സാക്ഷ്യം പറയുന്നു. സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടാതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണപ്പെടുന്നില്ല. അപ്പൊ നോക്കണേ, നമ്മൾ സുവിശേഷം എന്താണെന്ന് നോക്കാൻ പോവുകയാണ്. നമ്മൾ ആദ്യം കണ്ടു 1-ാമത്തെ വാക്യത്തിൽ ദൂതന്മാർക്ക് ലഭിച്ചതായ ദൈവത്തിൻ്റെ വചനം,
അതിന് ശേഷം നമ്മൾ കണ്ടു രക്ഷയോടുള്ള ബന്ധത്തിൽ അതെങ്ങനെയാണ്, നങ്കൂരം നമ്മൾ എങ്ങനെയാണ് ഇടേണ്ടത്. ഇത് വലിയ രക്ഷയാണ്, ഈ സുവിശേഷത്തിലാണ് നാം ഉറച്ചു നിൽക്കേണ്ടത്. പിന്നെ വന്ന് പറയുകയാണ്, വാട്ട് ഈസ് ദിസ് ഗോസ്പൽ, എന്താണ് ഈ സുവിശേഷം, എന്താണ്. ഇനി സുവിശേഷം എന്താണെന്ന് നമ്മൾ 4-ാം വാക്യം വരെ ഒരു വാണിംഗ് ആയിരുന്നു. 5-ാമത്തെ വാക്യം മുതൽ സുവിശേഷത്തെ പറ്റി പാപം മുഖാന്തരം ദൈവത്തിൽ നിന്ന് മനുഷ്യന് ഒരു അകൽച്ചയുണ്ടായി. അതാണ് നമ്മളിവിടെ കാണുന്നത്. പാപം മുഖാന്തരം ദൈവം മനുഷ്യർക്ക് വെച്ചിരുന്നതായ ദൈവത്തിൻ്റെ പ്രോഗ്രാമുകളിലൂടെ മനുഷ്യന് നടക്കാൻ കഴിയാതെയായി. പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവം സകലത്തെയും അവന് നൽകി, സകലതും അവന് കീഴ്പ്പെട്ടു വന്നു. സകലതും, ഉലകത്തിലുള്ള സകലതും, സിംഹമാകട്ടെ, കരടിയാകട്ടെ, പുലിയാകട്ടെ, കാട്ടിലുള്ള മൃഗങ്ങളും ഇഴജാതികളും ഒക്കെ, ഈവൻ പാമ്പ് പോലും അവനോട് വന്ന് സംസാരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ആ തോട്ടത്തിൽ അവന് കീഴ്പ്പെടാത്ത ഉലകത്തിൽ, അതുകൊണ്ടാണ് നിങ്ങളെ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28 മുതലുള്ള വാക്യം ഒന്ന് വായിച്ചു നോക്കണം. അവനെ ഹി ഗേവ് ദം ഡൊമീനിയൻ ആൻഡ് പവർ. അവന് ദൈവം സകലത്തെയും അടക്കി ഭരിക്കാനുള്ള അധികാരമാണ് നൽകിയത്. അത് നമ്മൾ വായിക്കുന്നത്, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി, തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചു, സകലതും അവന് കീഴ്പ്പെടുത്തി കൊടുത്തു. എന്നിട്ട് നമ്മൾ അടുത്ത വാക്യത്തിൽ വായിക്കുന്നു, 8-ാമത്തെ വാക്യം, സകലതും അവന് കീഴ്പ്പെടുത്തി എന്ന് പറയുന്നുവെങ്കിലും ഇപ്പോൾ സകലതും അവന് കീഴ്പ്പെട്ടതായി കാണപ്പെടുന്നില്ല. ഇപ്പൊ നോക്കണേ, ടു ആഡം ആൻഡ് ഈവ് ഗോഡ് ഗേവ് the dominion and power to rule the earth, the creation. സൃഷ്ടിയെ നന്നായി ഡൊമീൻ ചെയ്യുവാൻ, ഭരിക്കുവാൻ ദൈവം ആദമിന് അധികാരം, ആദമിനും ഹവ്വയ്ക്കും കൊടുത്തു. പക്ഷേ പാപം അവർ ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ പാപനിമിത്തം ഭൂമിയുടെ താളം തെറ്റിപ്പോയി. ദൈവം സകലത്തിൻ്റെയും അധികാരം മനുഷ്യർക്കാണ് നൽകിയത്, ദൂതന്മാർക്കല്ല. നോക്കണം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തിയാണ്. പക്ഷേ അധികാരമെല്ലാം കൊടുത്തത് ദൂതന്മാർക്കായിരുന്നില്ല, അധികാരം കൊടുത്തത് മനുഷ്യർക്കായിരുന്നു. പക്ഷെ പാപം നിമിത്തം ഈ അധികാരം പല മേഖലയിലും അവന് നഷ്ടപ്പെട്ടു. നമുക്കറിയാം, ഒരു നല്ലൊരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം നല്ല രീതിയിൽ ഉദ്യോഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അധികാരം നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ താൻ ഒരു തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ തനിക്ക് അധികാരം ചില മേഖലകളിൽ കൊടുത്തിട്ട് തനിക്കുള്ള പല അധികാരങ്ങളെയും തൻ്റെ ഉന്നത അധികാരി എടുത്തു കളയുന്നത് പോലെ നമുക്കിപ്പോൾ ഉള്ള അധികാരം എന്തുവാണ്? നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൊതുകിൻ്റെ മേൽ പോലും നമുക്ക് അധികാരമില്ല. കൊതുക് എന്നെ കടിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊതുക് കടിക്കാതിരിക്കുമോ? കൊതുകിന് എന്നെ നമ്മളെ പേടിയുണ്ടോ? ഒരു നായ്ക്കുട്ടിക്ക് വേണമെങ്കിൽ നമ്മളെ പേടിപ്പിക്കാം, ഒരു പൂച്ചക്കുട്ടിക്ക് വേണമെങ്കിൽ നമ്മളെ പേടിപ്പിക്കാം. എന്തിനേറെ പറയുന്നു, ഒരു പാറ്റ പറന്നു കഴിഞ്ഞാൽ, ഒരു പല്ലി നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടാൽ നമുക്ക് ഭയം വരും. അതിന് മുമ്പ് അങ്ങനെ, പാപത്തിന് മുമ്പ് ഈ ഭയം മനുഷ്യനില്ലായിരുന്നു. സകലത്തെയും നിയന്ത്രിക്കുവാൻ, സകലത്തിൻ്റെ മേലും ഡൊമീനിയൻ ദൈവം മനുഷ്യന് നൽകിയതാ. പക്ഷേ ഈ നമുക്കുണ്ടായിരുന്ന പ്രിവിലേജിനെ പറ്റി, ശരിക്കും നമുക്കുണ്ടായിരുന്ന ഈ ഭാഗ്യകരമായ ഈ നല്ല അവസ്ഥയെപ്പറ്റി സൃഷ്ടിക്കറിയാം. നമ്മൾ റോമാലേഖനം പഠിച്ചപ്പോൾ, 8-ാം അധ്യായം പഠിച്ചപ്പോൾ അത് കണ്ടാണ്. നിങ്ങളൊന്ന് എടുത്താൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് വായിക്കാം. 8:19 റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 19 സൃഷ്ടി ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു.
സൃഷ്ടി എന്ത് ചെയ്യാണ്? ക്രിയേഷൻ ഈസ് ഗ്രോണിങ് ഫോർ ദി റെവലേഷൻ. എന്തിൻ്റെ റെവലേഷനാണ്? ഈ ദൈവപുത്രന്മാരുടെ അവരെന്താണ് ആയിത്തീരാൻ പോകുന്നത്. കാരണം ദൈവം അവരെ യഥാസ്ഥാനത്താക്കുകയാണ്. സൃഷ്ടി കാത്തിരിക്കുന്നത്, സൃഷ്ടിക്കറിയാം മനുഷ്യരാകട്ടെ ഭൂമിയിലുള്ള സകല സൃഷ്ടിയുടെയും താളം തെറ്റി. ഭൂമിയിൽ അത് പാപം ചെയ്ത മനുഷ്യർക്ക് മാത്രമല്ല, അത് മൃഗങ്ങളുടെ മേൽ കടന്നു വന്നു. അത് ഡീക്കെ, വൃക്ഷങ്ങൾ അത് ഡീക്കെ ആകാൻ തുടങ്ങി. ആ മരണം സകല ജീവജന്തുക്കളിലേക്കും മരണം കടന്നു വരികയാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഡീക്കേയിങ് സ്റ്റേജ് വരുന്നത് മനുഷ്യന്റെ പാപനിമിത്തമാണ്. അപ്പൊ സൃഷ്ടിക്ക് ശരിക്കും അറിയാം, ക്രിയേഷൻ നോസ്, സൃഷ്ടി നന്നായി അറിയുന്നു നമ്മുടെ ശരിക്കുമുള്ള അവസ്ഥ. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്നുള്ള വിടുതലും എന്ന് പറഞ്ഞാൽ ഡീക്കെ ആയിത്തീരുന്ന ഈ അവസ്ഥയിൽ നിന്ന് അതിന് പുറത്തു വരുവാൻ ഒരു വിടുതലും അതിൻ്റെ ദാസ്യത്വമാണത്. ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം പ്രാപിക്കും എന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. സൃഷ്ടി, ഈ ഭൂമിയിലെ സകല സൃഷ്ടികളും ഇന്ന് എന്തായിരിക്കുകയാണെന്നറിയാമോ? ഒരു ദ്രവത്വത്തിൻ്റെ ഡീക്കേയിങ് സ്റ്റേജിൽ നിന്ന് ഒരിക്കലും ഡീക്കേ ആകാത്ത ഒരവസ്ഥയിലേക്ക് മാറ്റപ്പെടുവാനുള്ള ഒരവസ്ഥയിലേക്കും ദാസത്വത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യം, ദൈവമക്കൾക്ക് വച്ചിരിക്കുന്നത് ഫ്രീഡമാണ്. ആ ഫ്രീഡവും ലഭിക്കും എന്നുള്ള വാഞ്ചയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. അപ്പൊ തിരിച്ചറിയണം ദൈവമക്കളെ, നമുക്ക് ദൈവം വച്ചിരിക്കുന്ന ഒരു വലിയ ആ പദവി യേശുക്രിസ്തുവിലൂടെ, ആ ആദമും അവയും തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെടുത്തി കളഞ്ഞതായ ആ ഭയങ്കര പവർ, അല്ലെങ്കിൽ ഏതാ, സകലത്തെയും ഭരിക്കുവാനുള്ള, സകലത്തിന് മേലും കർത്തൃത്വമുള്ള ഒരു അവസ്ഥയിലേക്ക് ദൈവം യേശുക്രിസ്തുവിലൂടെ നമ്മളെ നടത്തുകയാണ്. അതാണ് സുവിശേഷത്തിൻ്റെ ഒരു ഭാഗം നമ്മളിവിടെ കാണുന്നത്. ഇനി നോക്കണം. അപ്പം ഇവിടെ ചോദിക്കുകയാണ്, ഇങ്ങനെയാണ് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി ബഹുമാനവും തേജസ്സും അവനെ അണിയിച്ചിരിക്കുന്നു. അവന് ദൈവം സകലതും കീഴ്പ്പെടുത്തി കൊടുത്തു. പക്ഷെ അവൻ്റെ കയ്യിലിരിപ്പ് കാരണം അവൻ ഇപ്പം സകലതും കീഴ്പ്പെട്ടു വരുന്നില്ല. എന്നിട്ട് അതിൻ്റെ 8-ാമത്തെ വാക്യം എബ്രായ ലേഖനം 2:8 പറയുന്നു, സകലവും അവന് കീഴാക്കിയതിൽ ഒന്നിനെയും കീഴ്പ്പെടാതെ വിട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. ആരെ? യേശുക്രിസ്തു ഈ മഹത്വവും മാനവും അണിഞ്ഞവനായി മനുഷ്യരെ ആക്കുന്നൊരവസ്ഥയാണ് ഈ സുവിശേഷം. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഓരോരോ ഘട്ടമായിട്ട് നമുക്ക് നോക്കാം. ഈ സങ്കീർത്തനത്തിൽ നിന്നാണ് നമ്മൾ ഈ വാക്യം കണ്ടത്, നീ മനുഷ്യനെ ഓർക്കുവാൻ എന്തുമാത്രം. 8-ാം സങ്കീർത്തനത്തിൽ നമുക്കറിയാം, നമ്മളായിരിക്കുന്ന ഈ ഭൂമിയിൽ നമ്മൾ എത്ര കിലോമീറ്റർ യാത്ര ചെയ്തിട്ടുണ്ട്? നമ്മൾ വളരെ വളരെ ചുരുക്കം 10,000 അല്ലെങ്കിൽ 10 ലക്ഷമോ ഒക്കെ എന്നാൽ നമുക്കറിയാം കോടാനുകോടി ഗാലക്സികൾ ഈ ഈ നമ്മൾ കാണുന്ന ഈ ഭൂമി മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളല്ലോ. ഇതിന് എത്രയോ ഗോളങ്ങൾ, മനുഷ്യൻ കണ്ടതും കാണാത്തതുമായ ചിലയിടത്തേക്കുള്ള സഞ്ചാരത്തിൻ്റെ ദൂരം എന്നൊക്കെ പറയുന്നത്, ചില മേഖലയിലേക്ക് ഈ ഗാലക്സികളിലേക്കുള്ള യാത്രകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെ ഏറ്റവും മനുഷ്യന് കണ്ടുപിടിച്ച ചില ദൂരങ്ങളെ പറ്റിയൊക്കെ പറയുന്നത് 1,87,000 പ്രകാശവർഷം, ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,00,000 പ്രകാശവർഷം, 2,00,000 പ്രകാശവർഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 2,00,000 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രകാശവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രകാശം ഒരു സ്ഥലത്തു നിന്നും അടുത്ത്. ഇതിപ്പം സൂര്യൻ എന്നുള്ള പ്രകാശം എത്ര പെട്ടെന്നാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ
ഇത്രയും വിശാലമായ വലിയ വലിയ പ്രോഗ്രാമുകൾ കർത്താവിനുള്ളപ്പോൾ മനുഷ്യനെ ഓർക്കാൻ മനുഷ്യൻ എന്തുണ്ട്? അവിടാന്നോ നമുക്ക് ഒരു 3000 സ്ക്വയർ മീറ്ററിലുള്ളൊരു വീട് ഒരു വലുതായിട്ട് തോന്നുന്നത്? അവിടാണോ നമുക്കൊരു 10 ഏക്കർ വസ്തു ഉള്ളത് നമുക്ക് വലുതായിട്ട് തോന്നുന്നത്? അതൊന്നും, അതൊരു ടോർച്ച് അടിച്ചാൽ ഇവിടുന്ന് അപ്പുറത്ത് ചെല്ലും. നമുക്കുള്ള വസ്തുക്കളുടെ ദൂരമൊക്കെ ഒരു കല്ലെടുത്തെറിഞ്ഞാൽ അപ്പുറത്ത് ചെല്ലുന്ന ഒരു കല്ലേറ് ദൂരമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ദിവസത്തെ വഴി ദൂരം മാത്രമേ കാണുകയുള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് കോടാനുകോടി വർഷങ്ങൾ പ്രകാശം യാത്ര ചെയ്താൽ പോലും എത്തുവാൻ കഴിയാത്ത രീതിയിൽ വിശാലമായ ഒരു വലിയ ലോകത്തെ അല്ലെങ്കിൽ വലിയ ഗാലക്സികളെ ഒക്കെയാണ് കർത്താവ് സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രിയരെ, തിരിച്ചറിയണം. ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങൾ ഇനിയും ഈ പ്രാർത്ഥനാ മീറ്റിംഗ് കഴിയുമ്പം 8-ാം സങ്കീർത്തനം ഒന്ന് വായിച്ചു നോക്കണം. അവിടെ ആകാശത്തെ സൃഷ്ടിക്കുന്നു, അവിടെ ദൈവം മനുഷ്യരെ സൃഷ്ടിക്കുന്നു. ദൈവത്തെക്കാൾ മാത്രം, ഇവിടെ നമ്മൾ കാണുന്ന ദൂതന്മാരെക്കാൾ മാത്രം അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നു. എന്നിട്ട് നമ്മളിവിടെ കാണുന്നത്, എങ്കിലും ദൈവകൃപയാൽ, ബട്ട് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്. ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഈ രക്ഷ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ്, ദൈവകൃപയാൽ ഈ രക്ഷ നമുക്ക് ലഭിച്ചിരിക്കുകയാണ്. ഇനി നമുക്കതൊന്ന് പെട്ടെന്ന് നോക്കി ഈ വേദഭാഗം ഞാൻ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ദൂതന്മാരിലും താഴ്ച വന്നവനായ യേശു. അപ്പം നമ്മുടെ മെസ്സേജുമായിട്ട് നിന്ന് കോൺട്രഡിക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുന്നു. യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവൻ എന്ന് പറയുമ്പോൾ ആളുകൾ പെട്ടെന്ന് ചിന്തിക്കും, യേശു മനുഷ്യനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തിയവനായിട്ടാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് യേശു ക്രിസ്തു ദൂതന്മാരെക്കാൾ വലിയവനായത് എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, ഇവിടെ കാണുന്നു, ദൂതന്മാരിലും താഴ്ച വന്നവനായ യേശു മരണം ആസ്വദിക്കുകയാൽ. അപ്പം ദൂതന്മാരെക്കാൾ വലിയവൻ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ഒരു പ്രസ്താവന കൊണ്ടല്ല, ഒരു പ്രവൃത്തി കൊണ്ടാണ്. അതെന്താണ് പ്രവൃത്തി? ഹി ടേസ്റ്റഡ് ഡെത്ത്. അവൻ മരണം എന്ത് ചെയ്തു? ആസ്വദിച്ചു. ഈ പഴയ രാജാക്കന്മാരുടെയൊക്കെ കൊട്ടാരങ്ങളിൽ കപ്പ് ബിയറേഴ്സ് ഉണ്ട്, പാനപാത്രവാഹകന്മാരുണ്ട്. അത് ജോസഫിൻ്റെ സ്റ്റോറി നമ്മൾ കാണുന്നുണ്ട്, അത് നെഹമ്യാവിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെയൊക്കെ നമ്മൾ ഈ രാജാക്കന്മാരുടെ സന്നിധി നിൽക്കുന്ന കപ്പ് ബിയറേഴ്സ് ഉണ്ട്. അവരാരാണ്? ഈ അന്ന് സ്വന്തം ഭവനത്തിലുള്ളവരെ പോലും വിശ്വസിക്കാൻ കഴിയാത്ത രാജഭരണകാലങ്ങളുണ്ട്. സ്വന്തം മകൻ വിഷം കൊടുത്ത് രാജാവിനെ കൊന്നിട്ടുണ്ട്. സ്വന്തം ഭാര്യ വിഷം കൊടുത്ത് കൊന്ന് രാജാവിൻ്റെ മരണശേഷം ആ രാജ്യം ഭരിച്ച റാണിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം നോക്കണം, ആരെയും വിശ്വസിക്കാൻ കഴിയത്തില്ല. രാജാവിൻ്റെ കിച്ചണിൽ നിന്ന് അത് തയ്യാറാക്കി കൊണ്ടുവന്നിട്ട് രാജാവിൻ്റെ ഭക്ഷണപാനീയങ്ങളെ ആസ്വദിച്ച്, അതല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്ത്, അവന് മരണം വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തി, എന്നിട്ട് രാജാവ് അത് ഭക്ഷിക്കുന്നു. ഇതുപോലെ സകല മനുഷ്യർക്കും വേണ്ടി ഒരുവൻ മരണം ആസ്വദിച്ചു. അവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു. ഞാനും നിങ്ങളും പെടേണ്ടിയിരുന്ന അപകടത്തിൽ നിന്ന് നമുക്ക് വേണ്ടി ഒരു കപ്പ് ബിയറർ, ഒരു പാനപാത്രവാഹകൻ, അവൻ ഗത്സമനത്തോട്ടത്തിൽ വെച്ച് പ്രാർത്ഥിച്ചത്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണം. ഇവിടെ നോക്കണം, ദൂതന്മാരെക്കാളിൽ താഴ്ച വന്നവനായ യേശു എന്ത് ചെയ്യാനാ വന്നത്? ദൂതന്മാർക്ക് മരണം ആസ്വദിക്കാൻ കഴിയത്തില്ല. നമുക്ക് വേണ്ടി മരണം ആസ്വദിക്കുവാൻ ദൂതന്മാരെക്കാൾ വലിയവനായ, അല്ലെങ്കിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പൊസിഷൻ വിട്ട്, നമ്മളത് വായിക്കണം, ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളേണം എന്ന് വെക്കാതെ അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, അവൻ താണഭൂമിയിലേക്ക് വന്നു, നമുക്ക് വേണ്ടി അവൻ മരണം ആസ്വദിച്ചു. എന്നിട്ട് ചെയ്തത്, ഹി ടേസ്റ്റഡ് ഡെത്ത്, അവൻ മരണം ആസ്വദിച്ചു.
ദെൻ ഹി അവൻ മരിച്ചു. മരിക്കുക മാത്രമല്ല, അവൻ മരണത്തെ ജയിച്ചു. അപ്പം ഇതുവരെ പോയവർക്കൊന്നും ഇതിനെ ടേസ്റ്റ് ചെയ്തിട്ട് ഇതിനെ പുറത്തു കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ യേശുക്രിസ്തു ഈ മരണത്തിലൂടെ ചെയ്തത് മരിച്ചു മൺമറഞ്ഞില്ല. അവന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരിമത്യക്കാരനായ യോസഫിന് പോലും അവനൊരു കടക്കാരനായി മാറിയില്ല. 3 ദിവസത്തേക്ക് മാത്രമേ ആ കല്ലറ അവിടെ യേശുവിന് വേണ്ടി വെച്ചിരുന്നുള്ളൂ. അവൻ മരണത്തെ ജയിച്ച്, പാതാളത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റു. എന്നിട്ട് അവനൊരു വാതിൽ നമുക്കായി തുറന്നു വെച്ചിരിക്കുകയാണ്. ആർക്കും അടയ്ക്കാതെ വണ്ണം അവനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. അത് ജീവന്റെ വഴിയാണ്. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ളൊരു ഉറപ്പ് നൽകുകയാണ്. പ്രിയരെ, ഇന്ന് രാത്രികാലം ദൈവവചനം നമുക്ക് നൽകുന്ന ഉറപ്പ് മരിക്കത്തില്ലെന്നുള്ള ഉറപ്പല്ല. നമ്മൾ മരിച്ചാലും മരണത്തെ ജയിച്ച ഒരുവൻ ജീവന്റെ വാതിൽ നമുക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് രണ്ടാം മരണത്തിന് അവരുടെ മേൽ അധികാരമില്ല. ഇഫ് യു ആർ ബോൺ വൺസ് യു വിൽ ഡൈ ട്വൈസ്. ഇഫ് യു ആർ ഡൈഡ് ട്വൈസ്, അവിടെ നമ്മളത് കാണുന്നത് ഒരിക്കൽ ജനിച്ചുവെങ്കിൽ നമുക്ക് 2 മരണവും. എന്നാൽ നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര ഈ കർത്താവിനെ കണ്ടിട്ട്, ഇഫ് യു ആർ ബോൺ ട്വൈസ് യു വിൽ ഡൈ വൺസ്. ഒരിക്കൽ ജനിച്ചവർക്ക് 2 മരണം, 2 പ്രാവശ്യം ജനിച്ചവർക്ക് 1 മരണം. അതാണ് ദൈവവചനം നമുക്ക് നൽകുന്ന ഉറപ്പ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ചർച്ചയിൽ പറയാറുണ്ട്, ഇഫ് യു ആർ ബോൺ വൺസ് യു വിൽ ഡൈ ട്വൈസ്. ഇഫ് യു ആർ ബോൺ ട്വൈസ് യു വിൽ ഡൈ ഓൺലി വൺസ്. ഒരിക്കൽ മാത്രം മരണമുണ്ടാകും. അത് നമ്മൾ ആഴമായി മനസ്സിലാക്കണം. ദൈവം നമുക്കൊരു വീണ്ടും ജന്മത്തെ തന്നിരിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, നമുക്ക് വീണ്ടും ജന്മം തന്നത് നമുക്കിനിയും ആ മരണത്തിന്മേലൊരു ജയം തന്ന കർത്താവിനെ അടുത്തറിയാൻ നമുക്ക് ആ ജന്മത്തിലൂടെ കഴിയുന്നു. അതുകൊണ്ട് രണ്ടാമത്തെ മരണത്തിന് നമ്മുടെ മേൽ അധികാരമില്ല. അടുത്തത് മൂന്നാമത്തെ ഒരു കാര്യം, സൺ ഈസ് ഗ്രേറ്റർ ദാൻ ബിക്കോസ് ഓഫ് ഹിസ് സഫറിങ്. എന്തുകൊണ്ടാണ് ദൈവപുത്രൻ ഇതിനെല്ലാം മുകളിലൊരു അവകാശിയായി തീർന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് ബിക്കോസ് ഓഫ് ഹിസ് സഫറിങ്, അവൻ്റെ കഷ്ടത നിമിത്തം. അതുകൊണ്ടാണ് ആ 10ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. അപ്പൊ നോക്കണം, എന്നെയും നിങ്ങളെയും മരണം നിന്ന് വിടിവിക്കുവാൻ എന്ത് ചെയ്തെന്നറിയാമോ? കർത്താവ് ഒരു വാതിൽ, റിസറക്ഷന്റെ ഡോറ് നമുക്ക് വേണ്ടി തുറന്നു വെച്ചു. എന്നിട്ട് 11ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നമ്മളെ എല്ലാവരെയും ഒരു കുടുംബത്തിലെ അംഗങ്ങളാക്കി മാറ്റി. ഒന്ന് നോക്കിയേ 11ാമത്തെ വാക്യം, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാർ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ. നോക്കണം, വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം പിതാവ് ഒരുവനല്ലോ. അതിൻ്റെ വാക്യം നോക്കണം, സാങ്ക്ടിഫിക്കേഷനെ പറ്റിയാണ് പറയുന്നത്, വിശുദ്ധീകരണത്തെ പറ്റി. വിശുദ്ധീകരിക്കുന്നവൻ യേശുക്രിസ്തു, വിശുദ്ധീകരിക്കപ്പെടുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ, ഇവർക്കെല്ലാം പിതാവ് ഒരുവനത്രേ. എന്നിട്ട് അവിടെ നിൽക്കുന്നില്ല, അത് ഹേതുവായി ആ കാരണം കൊണ്ട് ഈ വിശുദ്ധീകരിച്ചവൻ വിശുദ്ധീകരിക്കപ്പെട്ടവരെ വിളിക്കുന്നത് സഹോദരന്മാരെ എന്നാണ്. നമ്മൾ നോക്കണം, യേശുക്രിസ്തുവിൻ്റെ റിസറക്ഷന് ശേഷമാണ് യേശു ഈ പദം കൂടുതൽ ഉപയോഗിച്ചത്. യേശു മറിയോട് എന്ന് പറയുകയാണ്, എൻ്റെ സഹോദരന്മാരോട് ചെന്ന് പറയുവേൻ. സഹോദരന്മാരോട്. അപ്പം ഈ സഹോദരന്മാർ എന്ന പ്രയോഗം യേശു എടുത്തത് ചുമ്മാ തോന്നിയത് കൊണ്ട് നമ്മളിപ്പം ആരെ കണ്ടാലും ആ ബ്രദറെ എന്ന് വിളിക്കും. നമുക്ക് ശരിക്കും നമ്മൾ ബ്രദറെ എന്ന് വിളിക്കുന്ന ഒരാൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ നമ്മുടെ ഓൺ ബ്രദറിന് വരുമ്പം ഉണ്ടാകുന്നൊരു വേദന നമുക്ക് ഉണ്ടാകാറുണ്ടോ? നമ്മളിപ്പം എല്ലാവരെയും അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുകയാണ്. ചിലരെ അഡ്രസ്സ് ചെയ്യാൻ പാസ്റ്റർ എന്ന് ഉപയോഗിക്കുന്നു, ചിലരെ അഡ്രസ്സ് ചെയ്യാൻ അച്ചായ എന്ന് ഉപയോഗിക്കുന്നു, ചിലരെ അഡ്രസ്സ് ചെയ്യാൻ ബ്രദറെ, സിസ്റ്ററെ. ഈ ബ്രദർ, സഹോദരന്മാരെ എന്ന് വിളിക്കുമ്പോൾ
അതിൻ്റെ ഒരു ആഴമുള്ള സന്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സഹ ഉദരൻ ഒരേ ഉദരത്തിൽ നിന്ന് കടന്നു വന്നു, ഒരേ ഇടത്തിൽ നിന്ന് കടന്നു വന്ന ഒരു മെസ്സേജാണ് അവിടെ നൽകുന്നത്. യേശു സഹോദരന്മാരെ എന്ന് വിളിച്ചത് പരശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോഴല്ല അത് വിളിച്ചത്. യേശു മരിച്ച് മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ആ റിസറക്ഷനിലൂടെ ആ ഡോർ ഓപ്പൺ ചെയ്തിട്ട് വിളിക്കുകയാണ് സകല കുടുംബത്തിനും, എല്ലാ ആളുകൾക്കും ഒരു ഭവനത്തിലേക്കുള്ള, അവൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുകയാണ്. അപ്പം വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെട്ടവർക്കും സാങ്ക്ടിഫിക്കേഷൻ നൽകിയവനും, ദാറ്റ് മീൻസ് ജീസസ് ക്രൈസ്റ്റ്, സാങ്ക്ടിഫൈഡ് ആയ ബിലീവേഴ്സായ എല്ലാവർക്കും പിതാവ് ഒരുവനാണ്. എന്നിട്ട് എന്താണ് അത് ഹേതുവായി അവൻ അവരെ സഹോദരന്മാരെന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ, അതുകൊണ്ട് കർത്താവിനെ അവരെ വെറുതെയല്ല വിളിക്കുന്നത്, സഹോദര എന്ന് വിളിക്കാൻ കർത്താവിന് ഒരു ലജ്ജയില്ല. ഉലകത്തിലെ ഒരു ലീഡേഴ്സും നൽകാൻ കഴിയാത്ത ഒരു ഉറപ്പാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നതിനകത്ത് ഒരു മീനിങ് കൂടെ ഉണ്ട്. ചുമ്മാ അത് വിളിക്കുകയല്ല, ബ്രദറെ എന്ന് വിളിച്ചിട്ട് പിന്നീട് ബാക്ക് ബിറ്റ് ചെയ്യുകയല്ല, പുറകെ ഇരുന്ന് പിന്നെ പറയുകയല്ല. അവനെ ബ്രദറെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ അവൻ എൻ്റെ ബ്രദറാണ്. യേശു പറയുകയാണ് സഹോദരന്മാരെ എന്ന് വിളിക്കുവാൻ ലജ്ജിക്കാതെ. നോക്കണം, എന്നെപ്പറ്റി ലജ്ജിക്കാത്ത ഒരു നല്ല കർത്താവ്. കർത്താവ് നമ്മളെ വിളിക്കുന്ന യങ്ങർ ബ്രദർ എന്നാണ്, ഇളയ സഹോദരൻ. ഇത്ര ഭാഗ്യകരമായ ഒരു അനുഭവത്തിലേക്കാണ്, ഒരു വലിയ റിലേഷൻഷിപ്പിലേക്കാണ് കർത്താവ് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നെപ്പറ്റി കർത്താവ് ലജ്ജിക്കുന്നില്ല. സോ ഏഞ്ചൽസ് കനോട്ട് ഗീവ് അസ് ദിസ് സ്റ്റാറ്റസ്. ദൂതന്മാർക്ക് നമുക്ക് ഈ നിലവാരത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ കഴിയത്തില്ല. അവർ നമ്മളെക്കാൾ ഉയർന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ആരാണ്? ദൂതന്മാരെ, മനുഷ്യനെ സൃഷ്ടിച്ചത് ദൂതന്മാരെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനം നമുക്ക് നൽകി. പക്ഷേ നമുക്കും മുകളിൽ നിന്ന് ദൂതന്മാർക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ കാര്യമാണ് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്തത്. എന്താണ്? ഈ യഹൂദന്മാർക്ക് ദൂതന്മാരാണ് വലുത്, അവർക്ക് ദൂതന്മാരെ വിട്ടുള്ളൊരു കളിയില്ല. അപ്പൊ ദൂതന്മാരെ വെച്ച് പറയുകയാണ്, ദൂതന്മാർക്ക് ഈ രക്ഷ തരാൻ കഴിഞ്ഞോ? നമ്മളെ സഹോദരന്മാരെ എന്ന് വിളിക്കാൻ കഴിഞ്ഞോ? സഹോദരന്മാരെ എന്ന് വിളിക്കണമെങ്കിൽ വിശുദ്ധീകരിക്കുവാനും വിശുദ്ധീകരിക്കപ്പെടുവാനും കഴിയുന്നൊരു പ്രോസസ്സിലേക്ക് അവർക്ക് നമ്മളെ നടത്താൻ കഴിഞ്ഞോ? ഇല്ലല്ലോ. Therefore ജീസസ് ഈസ് ഗ്രേറ്റർ ദാൻ ഏഞ്ചൽസ്. അവൻ ദൂതന്മാരെക്കാൾ വലിയവനാകുന്നത് ആ കാരണം കൊണ്ടുമാണ്. നോക്കണം, നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് പോകുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമുക്ക് ഒരു കുടുംബമാകുവാൻ, സ്വർഗത്തിലും ഭൂമിക്കും ഉള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള കുടുംബം എന്ന് പറയുന്നത് കർത്താവിൽ വിശ്വസിച്ച് മൺമറഞ്ഞു പോയ വിശുദ്ധന്മാരും ഭൂമിയിലുള്ളവരെ ഇപ്പം വിശ്വസിച്ച് യാത്ര ചെയ്യുന്നു. പൗലോസ് പലപ്പോഴും അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. സ്വർഗത്തിലും ഭൂമിയിലും സകല കുടുംബത്തിനും പേര് വരുവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും അവിടെയുമുള്ള കുടുംബം. ഇപ്പം കുടുംബം രണ്ടിടത്താണ്. ഒന്ന്, വിശ്വസിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ മരിച്ചു മൺമറഞ്ഞവരും, ഇന്ന് വിശ്വസിച്ച് യാത്ര ചെയ്യുന്ന വിശുദ്ധന്മാരും. അപ്പം നോക്കണമേ, 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് മുമ്പോട്ട് വരുന്നോണ്ടേ കുറേയേറെ കാര്യങ്ങളുണ്ടെങ്കിലും പെട്ടെന്ന് എനിക്ക് അധ്യായം ഒരു 5 മിനിറ്റ്സിനുള്ളിൽ തീർക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ മുമ്പിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള സമയമുള്ളല്ലോ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകെ കൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ജീവപര്യന്തം മരണഭയത്തിലായിരുന്ന ആളുകളെ വിടുവിച്ചിട്ട്, എന്നിട്ട് പെട്ടെന്ന് പറയുകയാണ്, ദൂതന്മാരെ സംരക്ഷണ ചെയ്യുവാനല്ല, അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണ ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. നമ്മൾ അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുമ്പം നമ്മൾ റോമാലേഖനത്തിന് 3-ാം അധ്യായത്തിൽ പഠിച്ചാണ്. അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുമ്പം അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറയുന്നത് യഹൂദന്മാരെ മാത്രമല്ല, അത് അവിടെ പൗലോസ് തെളിയിച്ചതാണ്. അബ്രഹാമിൻ്റെ സന്തതി ആരാണ്? അബ്രഹാം അവൻ വിശ്വസിച്ചത് നീതിയായി കണക്കിട്ടു. പരിച്ഛേദന ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ നീതീകരിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് പരിച്ഛേദനക്കാർക്കും അഗ്രചർമ്മികൾക്കും അവൻ പിതാവാകുന്നു. അപ്പം അവിടെ തെളിയിച്ച ഒരു വിഷയമാണ് അബ്രഹാമിൻ്റെ സന്തതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ ആ വിടുതലിനെ നൽകും. അതാണ് നമ്മളത് ഒന്നുകൂടെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നില്ല. അബ്രഹാമിൻ്റെ സന്തതി എന്ന്
പറയുന്നത് അവൻ അബ്രഹാമിൻ്റെ സന്തതിയെ സംരക്ഷണ വിശ്വസിക്കുന്നവരെ അവൻ്റെ രക്തം മൂലം വീണ്ടെടുക്കുവാൻ അത്രേ അവൻ വന്നത്. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോടുകൂടെ സാദൃശ്യനായി തീരുവാൻ ആവശ്യമായിരുന്നു. അപ്പം നോക്കണമേ, ഇവിടെ നമ്മൾ കാണുന്നത് ഹി സിമ്പതൈസസ് വിത്ത് മീ, അവൻ എന്നോട് വളരെ സിമ്പതി തോന്നുകയാണ്. പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്ക് തോന്നുന്ന ഒരു ശുശ്രൂഷ ഉണ്ടായിരുന്നു. അവർ വരുന്നു, അയ്യോ അപ്പം നമ്മൾ പാപം ചെയ്യുന്നു, അപ്പം നമ്മൾ ചിന്തിക്കുകയാണ്, അയ്യോ രാവിലെ ഈ പുരോഹിതൻ എനിക്ക് വേണ്ടി പള്ളി വന്നല്ലോ. അപ്പോൾ ആ ആൾ നിൽക്കുന്നതും അന്ന് സിമ്പതിയോടുകൂടാണ്, അയ്യോ നീ ചെയ്ത പാപത്തിന് ഞാൻ നിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് പോകാം. പക്ഷെ അതൊക്കെ ഭൂമിയിലുള്ള പുരോഹിതന്മാർക്ക് നൽകിയ ശുശ്രൂഷ മാത്രമാണ്. അവിടെ ആക്ട് ചെയ്യാം, അവിടെ കാണിക്കാം എനിക്ക് സിമ്പതി തോന്നുന്നുണ്ടെന്ന്. പക്ഷേ ഇവിടെ അങ്ങനല്ല. ഈ മഹാപുരോഹിതൻ പശുവിൻ്റെയോ മൃഗങ്ങളുടെയോ രക്തം കൊണ്ടല്ല, നമുക്ക് ആകാശത്തിലൂടെ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണുള്ളത്. തൻ്റെ സ്വന്തം രക്തത്താലാണ് നമ്മെ എന്ത് ചെയ്തത്? പ്രായശ്ചിത്തം നൽകി നമ്മെ വീണ്ടെടുത്തത്. അപ്പോൾ പഴയ നിയമത്തിലെ പുരോഹിതന്മാർ ചെയ്യുന്ന ശുശ്രൂഷ, ഏതെങ്കിലും ഒരു പക്ഷിയെ അവൻ അതിനകത്ത് 5 രൂപ ചെലവില്ല, അവന് രക്തമൊഴുക്കേണ്ട. ഇവിടെ അങ്ങനല്ല. നമുക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ചിന്തിയ ഒരു മഹാപുരോഹിതനാണ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മഹാപുരോഹിതനാണ് നമ്മുടെ ആ മഹാപുരോഹിതനാണ് നമ്മളെ മക്കളാക്കി തീർത്തിരിക്കുന്നത്. ആ വാക്യം നോക്കണേ. അതുകൊണ്ട് ജനത്തിൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തൻ്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. നമ്മുടെ കൂടെ എന്തിനാണ് യേശുക്രിസ്തു? വൈ ഹി കെയിം ഓൺ ദിസ് എർത്ത്. നമ്മൾ ഇപ്പം പറയും, കർത്താവേ എൻ്റെ വേദന നിനക്ക് അറിയത്തില്ല, ഞാൻ ഏകനാ, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. കർത്താവ് പറയുകയാണ്, യേശു നമ്മളോട് പറയും, കുഞ്ഞെ എന്നെ എല്ലാവരും ഉപേക്ഷിച്ചു, ഇടയനെ വെട്ടി ആടുകൾ ചിതറിപ്പോയി. ഇപ്പം ഞാൻ കർത്താവിനോട് പറയാം, കർത്താവ് എൻ്റെ വേദന കർത്താവിന് അറിയത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് പറയും, കുഞ്ഞെ എനിക്കറിയാൻ വയ്യാത്ത വേദന ഒന്നുമില്ല. ഇപ്പം ഈ ഭൂമിയിൽ കർത്താവ് കടന്നു പോകാത്തതായ ഒരു സാഹചര്യവുമില്ല. പ്രിയരെ, ഒരു സന്ദേശം ഞാനിവിടെ പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കടന്നു പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഈ ഭൂമിയിൽ കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് അവൻ ദൂതന്മാരെക്കാൾ വലിയവനായത്. അല്ലാതെ യേശുക്രിസ്തു ഏതെങ്കിലും ഒരു മാജിക് ചെയ്തു, ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തു. എന്തുകൊണ്ടാണ് യേശു ദൂതന്മാരെക്കാൾ വലിയവനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മേക്കാൾ ഉയരത്തിലുള്ള ദൂതന്മാർക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവരുടെ പ്രോഗ്രാമുകൾക്കൊന്നും മനുഷ്യനെ, ദൂതന്മാരോട് പ്രാർത്ഥിക്കുന്നവരുണ്ട്, ദൂതന്മാരുടെ മധ്യസ്ഥതയിൽ കാര്യങ്ങൾ ചെയ്യുന്നവരുണ്ട്, അവർക്കൊന്നും സാൽവേഷൻ മനുഷ്യന് നൽകാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇത്ര വലിയ രക്ഷയെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുമ്പോൾ ഇതിനെ നാം ഗണ്യമാക്കാതെ പോകരുത്. നമുക്ക് തെറ്റി ഒഴിയുവാൻ കഴിയത്തില്ല. ഇവിടെ നമ്മൾ കാണുന്നു, ഒടുക്കത്തെ ശത്രുവായ മരണത്തെയും കീഴ്പ്പെടുത്തിയ ശേഷം കർത്താവ് ദൂതന്മാരെക്കാൾ വലിയവനായി നമ്മുടെ മുമ്പിൽ എബ്രായ ലേഖന കർത്താവ് അവതരിപ്പിച്ച് കാണിക്കുകയാണ്. നമ്മൾ നോക്കാം അവസാനത്തെ വാക്യം. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കാൻ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിക്കുവാൻ അവൻ കഴിവുള്ളവനും ആകുന്നു. പ്രിയരെ, ചുമ്മാതെ യേശു വെറുതെ പറയുകയല്ല അവൻ ദൂതന്മാരെക്കാൾ വലിയവനെന്ന്. അവൻ നമ്മളോട് കൂടെ സിമ്പതൈസ് ചെയ്ത്, അവൻ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ചീന്തി, നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ചീന്തി നമ്മെ വീണ്ടെടുത്ത കർത്താവിൻ്റെ ആ വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോകരുത്. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, രക്ഷ 3 തലത്തോട് ബന്ധപ്പെട്ടതാണ്. ഒന്ന് നമ്മുടെ ആത്മാവോട്. നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്ന് അകന്നു പോയതായിരുന്നു. എന്നാൽ യേശു കാൽവറി നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്ന് നാം ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും രക്ഷയ്ക്കായി വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നമ്മളിൽ നടക്കുന്നത് ഒരു ജസ്റ്റിഫിക്കേഷനാണ്, ഒരു നീതീകരണമാണ്. പ്രവൃത്തിയാലല്ല, ജസ്റ്റ് ബൈ ഫെയ്ത്ത്, വിശ്വാസത്താൽ. എന്നാൽ പിന്നീട് അത് നമ്മുടെ ദേഹിയോടുള്ള ബന്ധത്തിൽ കടന്നു വരുന്നു. എൻ്റെ സ്വഭാവത്തെയും എൻ്റെ ചിന്തയെയും ഒക്കെ രൂപപ്പെടുത്തുവാൻ, കർത്താവിൻ്റെ ഇഷ്ടത്തിന് അനുരൂപമാക്കി തീർക്കുവാൻ ഓരോ ദിവസവും ഇതുപോലുള്ള വചനങ്ങളെ കർത്താവ് നൽകിക്കൊണ്ടിരിക്കുന്നു, എന്നെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നു. ശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിയുന്നത് വെള്ളവസ്ത്രം ധരിക്കുന്നതും
നമ്മുടെ എന്തെങ്കിലും ശരീരത്തിൽ വരുത്തുന്ന ഏതെങ്കിലും ഒരു പ്രത്യേക മാറ്റങ്ങളൊന്നുമല്ല. ശുദ്ധീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ദേഹിയിൽ, നമ്മുടെ സ്വഭാവത്തിൽ, നമ്മുടെ കോപത്തെ, നമ്മുടെ ക്രോധത്തെ, നമ്മുടെ വിദ്വേഷത്തെ, ഇവയൊക്കെ നമുക്കൊന്ന് മോൾഡ് ചെയ്യുവാൻ, നമ്മുടെ സ്വഭാവ രൂപീകരണം വരുത്തുവാൻ അത് മരണം വരെയും കടന്നു പോകും. അങ്ങനെ രക്ഷയുടെ വർത്തമാനകാലത്തിൽ അത് ഇങ്ങനെ പോകുന്നു. മരണം കൊണ്ട് ആ സാങ്ക്ടിഫിക്കേഷൻ അവിടെ പൂർണ്ണമാകുകയാണ്. മരണത്തിന് ശേഷം ഏത് മനുഷ്യൻ മരിച്ചവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ടും ഒരു മനുഷ്യ ജീവിതത്തിൽ പിന്നീട് അല്ലെങ്കിൽ മരിച്ചുപോയവർക്ക് ഒരു മാറ്റവും ക്രിയകൾക്കും കർമ്മങ്ങൾക്കും ചെയ്യാൻ കഴിയത്തില്ല. ഇനിയും ഒരു സ്റ്റേജ് മാത്രം മരിച്ചവർക്ക് വേണ്ടി അവശേഷിക്കുകയാണ്. അത് തേജസ്കരണമാണ്. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി, കർത്താവിൽ വിശ്വസിച്ച് മരിച്ചവർക്ക് വേണ്ടി കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ വരുമ്പോൾ, ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ ആ രക്ഷയുടെ പൂർണ്ണതയാകുന്ന ആ റിസറക്ഷൻ അവർ പ്രാപിക്കുന്നു. അങ്ങനെ ഈ 3 കാലത്തിന്റെ അനുഭവങ്ങളും അവരിൽ പൂർണ്ണമാകുന്നു. ആ അനുഭവത്തെ പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ കർത്താവിൽ നിന്ന് നീതീകരണം വിശ്വാസത്തെ പ്രാപിച്ച ഓരോ ദൈവമക്കളും വിശുദ്ധീകരണത്തിലൂടെ ഇന്ന് യാത്ര ചെയ്യുവാൻ കർത്താവ് നൽകുന്ന കർത്താവിന്റെ വലിയ കൃപയ്ക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കേട്ട വചനത്തിന് മുമ്പാകെ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു നമ്മൾ കടന്നുപോയ സാഹചര്യത്തിലൂടെയെല്ലാം കടന്നുപോയവനാണ്. നമ്മെ പോലെ ഈ ഭൂമിയിൽ ജീവിച്ച് കഷ്ടങ്ങളിലൂടെ കടന്നുപോയവൻ എങ്ങനെ ദൂതന്മാരെക്കാൾ വലിയവനായി എന്ന് ചോദിച്ചാൽ, അവൻ നമുക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ചീന്തി നമ്മളെ വീണ്ടെടുത്ത് ആ തേജസ്സിന്റെ അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടെത്തിച്ചിരിക്കുന്നു. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും അവിടുത്തെ കൃപ പകരണമേ. ഞങ്ങളുടെ മേലെല്ലാം അങ്ങ് പകർന്നിരിക്കുന്ന അഭിഷേകത്തിനും വചനത്തിന്റെ വെളിപ്പാടിനുമായി സ്തോത്രം. ഇതനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ എല്ലാവരുടെ മേലും കൃപ നൽകണമേ. അങ്ങയുടെ നാമം ഞങ്ങളുടെ മഹത്വപ്പെടണമേ. ദൈവസഭയായി ഞങ്ങളെ അനുഗ്രഹിച്ചാട്ട്. പുത്രന്റെ നാമം മഹത്വപ്പെട്ടാട്ട്. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ.